Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. It's me Lerin Ma'am, physics master teacher. അപ്പോൾ മക്കളെ നമ്മുടെ thermal properties of matter ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. സോ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുഞ്ഞൊരു ചാപ്റ്റർ ആണ്, വലിയ വലിയ കാര്യങ്ങൾ പഠിക്കാനില്ല, വളരെ ക്വിക്ക് ആയിട്ട് ഈ ഒരു ചെറിയൊരു റിവിഷൻ തന്നെ മതി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനായിട്ട്. ആൻഡ് ഒരുപാട് ചോദ്യങ്ങളൊന്നും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട, അത്ര വലിയ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ അല്ല. ആൻഡ് നമ്മൾ ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്ന ഒരു ചാപ്റ്ററും കൂടെ ആയിരുന്നു, ഈ ചാപ്റ്റർ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. സോ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും മക്കളെ ഈ ഒരു ചാപ്റ്റർ ഉണ്ടാകാനുള്ള ചാൻസസ് ആണ് കൂടുതലും വരുന്നത്. ഒഫീഷ്യലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ വരെ എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും സ്കീം ഓഫ് വർക്ക് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. മേ ബി ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും തെർമോഡൈനാമിക്സിൽ നിന്നൊക്കെ വളരെ ഫ്യൂ ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളായിരിക്കും. ബട്ട് ഈവൻ ദോ ഓക്കെ, നമ്മൾ എന്തായാലും പഠിക്കണം. നമുക്ക് എന്താ പറയുക, 2 മാർക്കാണെങ്കിലും 3 മാർക്കാണെങ്കിലും ഈവൻ 1 മാർക്കാണെങ്കിലും നമ്മൾ വാല്യൂ ചെയ്യേണ്ടതുണ്ടല്ലേ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. സോ അവിടെ നമുക്ക് 1 മാർക്ക് കളയെന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം വരും. അപ്പം ആ വിഷമം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ നമ്മൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഓൾറെഡി പഠിച്ച മക്കളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു റിവിഷനും കൂടി ആയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവും ഈ ഒരു ചാപ്റ്ററിൽ. ആൻഡ് ഓൾസോ നമുക്ക് ലൈവ് ഉണ്ട്, നമ്മുടെ ലൈവ് കണ്ടിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. സോ യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മൾ വേദാന്തു മലയാളം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ സീരീസ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട്. റിവിഷൻ വീഡിയോസ്, അതേപോലെ 20 ഷോർട്ട് 20 ക്വസ്റ്റ്യൻസ് ഇൻ 20 minutes. ആൻഡ് ദെൻ അതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ളതാണ് നമ്മുടെ എന്താ പറയുക ലൈവ് സെഷൻസ്, അതും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്കുള്ള ലൈവ് സെഷൻസ് ആൻഡ് അലോങ് വിത്ത് ദാറ്റ് മാരത്തൺ സെഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലടാ? സോ ഇത്രയും അടിപൊളിയായിട്ട് ഇത്രയും ഒരു അടിപൊളി പാക്കേജ് ആണ് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ കിട്ടാൻ പോകുന്നത്. സോ ഗൈസ് ജസ്റ്റ് എൻജോയ് ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾ ഈ പ്രാവശ്യത്തെ എക്സാം, ക്രിസ്മസ് എക്സാം നമ്മൾ എന്തായാലും ഒരുമിച്ച് വേദാന്ത മലയാളത്തിന്റെ കൂടെ പൊളിക്കും, അതിലൊരു സംശയമില്ല. സോ അഗെയിൻ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് ടെമ്പറേച്ചർ, എന്താണ് ഹീറ്റ് എന്നുള്ളത് മനസ്സിലാക്കണം. പലപ്പോഴും നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയത്തില്ല അല്ലെ. എന്താണ് തെർമൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എന്താണ് ഹീറ്റ് എന്നുള്ളത് നമുക്ക് പലപ്പോഴും ഡിഫൈൻ ചെയ്യുമ്പോൾ പോലും എന്തൊക്കെയോ വ്യത്യാസം ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഡിഫൈൻ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. സോ നമ്മളിപ്പോൾ എന്താ പറയാ, നമ്മളിപ്പോൾ പറയുകയാണ് ഈ ഒരു സംഭവം ഭയങ്കര തണുപ്പാണ് അല്ലെങ്കിൽ ഇതിന് ഭയങ്കര ചൂടാണ്, ഈ ഒരു സംഭവം നമ്മൾ പറയുന്നുണ്ടല്ലോ, അതായത് ആ ഒരു ചൂടിന്റെ മെഷർ. ഓക്കെ, ആ ഒരു മെഷർമെന്റ്, അതായത് അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയാം, ഇത് ഇത്രത്തോളം ചൂടുണ്ട്, ഇത് ഇതിനെക്കാട്ടിലും ചൂടുണ്ട്, അല്ലെങ്കിൽ ഇത് ഇതിനെക്കാട്ടിലും തണുപ്പാണ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ, ഒരു ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന വാക്ക്. ആൻഡ് ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. ആൻഡ് ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും ഒക്കെ units ആയിട്ടുണ്ട് കേട്ടോ. സോ ടെമ്പറേച്ചർ ഇസ് എ റിലേറ്റീവ് മെഷർ ഓർ ഇൻഡിക്കേഷൻ ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ്. an object that has higher temperature than another object is said to be hotter. SI യൂണിറ്റ് കെൽവിൻ ആണ്. ഇനി അടുത്താണ് നമ്മുടെ ഹീറ്റ്. ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എനർജി ട്രാൻസ്ഫർ അല്ലെ. ഇപ്പം എന്റെ കയ്യിൽ ഒരു ടെമ്പറേച്ചർ ഇത്ര സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു 40 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉള്ള ഒരു ബോഡി ഉണ്ട്. ഇവിടെ ആണെങ്കിൽ 30 ഡിഗ്രി ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെ ടെമ്പറേച്ചർ ഉള്ള ഒരു ബോഡി ഉണ്ട്. ഓക്കെ അല്ലേ? സോ 40 ഡിഗ്രിയും 30 ഡിഗ്രി സെൽഷ്യസും ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ബോഡിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് ഇവിടെ എന്തുണ്ട്? ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട് അല്ലെ, ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. സോ ഓഫ് കോഴ്സ് ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ അല്ലെ, ഈ 40 ഡിഗ്രി 30 ഡിഗ്രി എന്നൊക്കെ പറയുന്നിടത്ത് ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയ സ്ഥലത്ത് നിന്ന്, അതായത് ഈ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? യെസ്, ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഈ എനർജി എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ വരുന്ന ആ ഹീറ്റ് എനർജിനെയാണ് അല്ലെ, ആ ഒരു എനർജി ട്രാൻസ്ഫറിനെയാണ്, ആ ഒരു എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ഹീറ്റ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ പറയുവാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞു, 2 സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് ഒന്നുകിൽ നമ്മുടെ സിസ്റ്റം സറൗണ്ടിങ്സും. ഓക്കെ അല്ലേ? അപ്പം സിസ്റ്റത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന ഈ ബോഡിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഹോട്ടർ ആണ് വെൻ കമ്പയർഡ് വിത്ത് സറൗണ്ടിങ്സ്. അപ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വന്നു. സോ ഇവിടെ നിന്നുണ്ടാവും ഒരു എനർജി ട്രാൻസ്ഫർ ഉണ്ടാവും. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഹീറ്റ്. ആ ഒരു എനർജി ട്രാൻസ്ഫറിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ്. ഓക്കെ അല്ലേ? ഇനി when the temperature of the body and its surrounding medium are different, heat transfer take between the system and the surrounding medium. ഒരിടത്ത് ടെമ്പറേച്ചർ കൂടുതലും ഒരിടത്ത് ടെമ്പറേച്ചർ എന്താ പറയാ കുറവായിരിക്കുമല്ലോ, അതാണല്ലോ നമ്മൾ പറയുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ്. സോ തീർച്ചയായിട്ടും എന്താവും? ഇത് രണ്ടും സെയിം വരുന്നവരെയും ഈ ഒരു ട്രാൻസ്ഫർ നടക്കും. ഓക്കെ അല്ലേ? അണ്ടിൽ ദ ബോഡി ആൻഡ് ദ സറൗണ്ടിങ് മീഡിയം അറ്റ് ദി സെയിം ടെമ്പറേച്ചർ. രണ്ടും ഇപ്പം എന്താ പറയാ, ഇത് 40 ഡിഗ്രിയും ഇത് 10 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. രണ്ടും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് 20 ഡിഗ്രി ആവുമ്പോൾ ഓക്കെ എന്താവും? ഈ സംഭവം ഈ ഹീറ്റ് ട്രാൻസ്ഫർ നിൽക്കും, അതായത് ആ ഒരു ഫോം ഓഫ് എനർജി ട്രാൻസ്ഫർ നിൽക്കും. ആൻഡ് ഇത് നമ്മൾ പറഞ്ഞു, ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് എൻ എനർജി അല്ലേ, ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. സോ ഡെഫിനറ്റ്ലി ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ ആയിരിക്കും. തെറ്റിക്കരുത് കേട്ടോ. ഹീറ്റിന്റെ യൂണിറ്റ് കെൽവിനോ അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസോ എന്താ പറയുക ഫാരൻഹീറ്റോ ഒന്നുമല്ല, എന്താണ്? ജൂൾ ആണ് കേട്ടോ. ഇറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി.
ഇനി ടെമ്പറേച്ചർ തന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് കെൽവിനിലാണ് നമ്മൾ SI യൂണിറ്റ് എന്ന് പറഞ്ഞു. അതേ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട് ഫാരൻഹീറ്റ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കെൽവിനിൽ തന്ന ഒരു യൂണിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ വരുന്നതിന് ഒരെണ്ണത്തിൽ നമുക്ക് ഫാരൻഹീറ്റിലോട്ട് മാറ്റാൻ പറ്റും. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഇക്വേഷൻസ്. ഓക്കെ അല്ലേ? സോ ഇവിടെ നമുക്ക് ഫാരൻഹീറ്റിലുള്ള ടെമ്പറേച്ചർ ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ -32 ചെയ്ത് ഡിവൈഡഡ് ബൈ 180 into 100 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ കാണാനായിട്ട് പറ്റും. ഇനി അതേസമയം നമുക്ക് ഇപ്പൊ എന്താ പറയുക ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ തന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കെൽവിനുള്ളത് കണ്ടുപിടിക്കുക? ഒന്നുമില്ല, എത്രയാണോ ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് തന്ന ടെമ്പറേച്ചർ അത് പ്ലസ് 273.15 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ടെമ്പറേച്ചർ കിട്ടും. എടാ ഇത് നമുക്ക് 1 മാർക്ക് വെയിറ്റേജിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. കാരണം ഇത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, കെമിസ്ട്രിയിലാണെങ്കിലും ഈവൻ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കേണ്ടതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയായിട്ട് ഈ ഒരു ക്വസ്റ്റിന് 1 മാർക്ക് കിട്ടും. അതുകൊണ്ട് ഇത് മിസ് ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് കാണാപാഠം പഠിക്കൊന്നും വേണ്ട. കാരണം നമുക്കറിയാം എന്താണ് ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ TF -32 ഡിവൈഡ് ബൈ 180 into 100 ആണ്. ഓക്കെ, ഇനി അതേസമയം നമ്മൾ കെൽവിനിലാണെങ്കിലോ ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ പ്ലസ് 273.15 ചെയ്താൽ മതി. ഇത്രയും സാധനം ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു സമയം ഇൻവെസ്റ്റ് ചെയ്യണ്ട കേട്ടോ. ഇതിൽ നിന്ന് 1 മാർക്കിനുള്ള ചോദ്യം വരാതിരിക്കാം. ഓക്കെ, പക്ഷെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിലൊക്കെ. സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി നമ്മൾ 3 ലോസ് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ബോയിൽസ് ലോ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും കെമിസ്ട്രിയിൽ അല്ലേ? യെസ്, ബോയിൽസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആരാ കോൺസ്റ്റന്റ് ആയിരിക്കുന്നത്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ ആണ് അവിടെ എന്തായിരിക്കുന്നത്, കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇനി അങ്ങനെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്, വോളിയം ആണ്. ക്ലിയർ അല്ലടാ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ്. ക്ലിയർ? യെസ്, സെറ്റ്. ഓക്കെ, യെസ്. അപ്പം ഇതാണ് നമ്മുടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ദ പ്രഷർ ഓഫ് എ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ആൻഡ് നമുക്ക് പറയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ V ഇപ്പുറത്തേക്ക് എടുത്തു. V എന്ന് പറഞ്ഞ ഇവിടെ എന്താണ്, വോളിയം ആണ്. P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ ആണ്. വിച്ച് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് എനിക്ക് പറഞ്ഞൂടെ അല്ലേ? അതായത് P is equal to ഒരു കോൺസ്റ്റന്റ് ഇൻടു 1/V അല്ലേ? സോ ഞാൻ ഈ V എടുത്ത് എനിക്ക് എന്ത് കിട്ടും, PV which is equal to a constant value. അതാണ് ബോയിൽസ് ലോ പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ചാൾസ് ലോ. ചാൾസ് ലോ എന്താ പറയുന്നത്, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. നേരത്തെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരുന്നു, ഇവിടെ കോൺസ്റ്റന്റ് പ്രഷർ ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം എന്ന് പറയുന്നത്, ഓക്കെ, ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വോളിയം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. സോ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഒരു കോൺസ്റ്റന്റ് ഇൻടു ടെമ്പറേച്ചർ ചെയ്യുക. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് ഇൻടു ടെമ്പറേച്ചർ ചെയ്യുവാണ്. ഇവിടെ ആരാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്? യെസ്, പ്രഷർ ആണ്. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ V/T will be a constant value and also we can write it as V1/T1 which is equal to V2/T2. ഓക്കെ, ഇനി നേരത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, P1V1 which is equal to P2V2 അല്ലേ? PV is equal to കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ അല്ലടാ? യെസ്. ഇനി അടുത്തതാണ് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയൽ ഗ്യാസ് ലോയിലോട്ട് നമ്മൾ വരുന്നത്. അതായത് ലോ ഡെൻസിറ്റി ഗ്യാസസ്. ഓക്കെ, ലോ ഡെൻസിറ്റി ഗ്യാസസ് എന്ത് ചെയ്യും, ബോയിൽസ് ലോയും ഒബേ ചെയ്യും, ചാൾസ് ലോയും ഒബേ ചെയ്യും. എന്താണ് ബോയിൽസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PV which is equal to constant അല്ലേ? എന്താണ് ചാൾസ് ലോ എന്ന് പറയുന്നത്, V/T is equal to a constant value. ഓക്കെ അല്ലേ? സോ ഇത് ലോ ഡെൻസിറ്റി ഗ്യാസസിന്റെ കേസിൽ എന്തായിരിക്കും, ഇതെല്ലാം സെയിം ഇതെല്ലാം ഒബേ ചെയ്യും. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ രണ്ടിനും കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ PV is equal to ഒരു കോൺസ്റ്റന്റ് ആണ്, V/T is equal to ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, PV which is equal to ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഇൻടു എന്താണ്, ഒരു കോൺസ്റ്റന്റ്, അതായത് ഇവിടെ നിന്ന് നമ്മൾ PV which is equal to a constant value divided by PV is equal to നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഇൻടു RT എന്ന് എഴുതാനായിട്ട് പറ്റും. ഇതിൽ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ നമ്മുടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ആ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. നമ്മുടെ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ അല്ലടാ? ആൻഡ് അതിന്റെ വാല്യൂ വന്നിട്ട് 8.314 കിലോ ജൂൾ പെർ മോൾ ആണ് കേട്ടോ. ജൂൾ പെർ മോൾ പെർ കെൽവിൻ. ഓക്കെ, ഇതാണ് യൂണിറ്റ് വരുന്നത്. ഓക്കെ, 8.314 ഇൻടു ജൂൾ പെർ മോൾ പെർ കെൽവിൻ. ഓക്കെ അല്ലേ? സോ PV is equal to mu RT എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും നമുക്ക്. ക്ലിയർ അല്ലടാ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ നോക്കി PV ആണ്, ഇപ്പുറത്ത് V/T ആണ്. രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും കിട്ടുക. സോ ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, PV which is equal to
നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക n എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഈ മ്യൂവിന് പകരം നമ്മൾ പഠിക്കുന്നുണ്ടാവുക n എന്ന് പറഞ്ഞിട്ടായിരിക്കും. വട്ട് എവർ ഇറ്റ് മേ ബി RT. അല്ല, T എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ആണ്, V എന്ന് പറഞ്ഞ വോളിയം ആണ്, P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഷർ ആണ്. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ മ്യൂ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ദ നമ്പർ ഓഫ് മോൾസ് ഇൻ ദ സാമ്പിൾ ഓഫ് ഗ്യാസ്. Okay, the number of moles. ഇനി R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. And this equation is known as the ideal gas equation. ക്ലിയർ അല്ലടാ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തത് ഐഡിയൽ ഗ്യാസ് ലോ നോക്കാം. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു PV which is equal to mu RT, അല്ലെങ്കിൽ PV is equal to, നിങ്ങൾ പഠിച്ചത് n ആണെന്നുണ്ടെങ്കിൽ nRT, the number of moles ആണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ പറയാ, നമ്മുടെ വോളിയത്തിന് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. ഓക്കെ അല്ലെ? അപ്പൊ ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആണ്, ദിസ് നമ്പർ കോൺസ്റ്റന്റ് ആണ്, ആറും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അവിടെ വാരി ചെയ്യുന്ന ആരാണ്? യെസ്, പ്രഷറും ടെമ്പറേച്ചറും മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുവാണ്, ഈ പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫ് വരച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ വരെ വാല്യൂ കിട്ടി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഇതെന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ്, 200 ഡിഗ്രി സെൽഷ്യസ്, 300, ഇങ്ങോട്ട് പോകുമ്പോൾ -100, -200, എക്സെട്ര എക്സെട്ര. അങ്ങനെ ഇവിടെ വരെ നമുക്ക് വാല്യൂ കിട്ടി. പിന്നെ നമ്മൾ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വരെ വന്നു. ആ ഒരു പോയിന്റ് ആണ് -273.15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് മക്കളെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഓക്കെ അല്ലേ? അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. The minimum temperature for an ideal gas is called absolute temperature or 0 Kelvin. This temperature is found to be -273.15 degrees Celsius. ഒന്നുമല്ല, വോളിയം കോൺസ്റ്റന്റ് ആക്കിയിട്ട് നമ്മൾ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള വാരിയേഷൻ ഗ്രാഫ് വരച്ചതാ. അപ്പൊ നമുക്കൊരു സ്ലോപ്പ് കിട്ടി. അതിന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞപ്പോൾ അതൊരു പെർട്ടിക്കുലർ പോയിന്റിൽ വന്നു. ആൻഡ് ആ പോയിന്റിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഇസ് നോൺ ആസ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. Clear allada? Absolute zero temperature. And it is obtained by the extrapolating the straight line of pressure temperature to the axis. Clear alle? Simple ആയിട്ട് മനസ്സിലായില്ലടാ? Next one. The volume temperature graph of a certain amount of perfect gas at two pressure P1 and P2 are shown below. Which pressure is larger, P1 or P2 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Again simple ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷനിലോട്ട് വന്നു. PV is equal to nRT. ഓക്കെ അല്ലേ? PV is equal to nRT. ആൻഡ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് വോളിയം ടെമ്പറേച്ചർ. ഓക്കെ, വോളിയം ടെമ്പറേച്ചർ ആണ്. സോ ഡെഫിനറ്റ്ലി വോളിയം ടെമ്പറേച്ചറിന്റെ സ്ലോപ്പ് കിട്ടുന്നത് എന്തായിരിക്കും? യെസ്, നമുക്ക് നോക്കാം. V/T. PV is equal to nRT അല്ലേ? PV is equal to nRT ആണ്. സോ വിന്റെ അവിടേക്ക് നമ്മൾ ഈ ടെമ്പറേച്ചറിന് കൊടുക്കുന്നു. സോ ഇപ്പുറത്ത് ആരുണ്ട്? NR ഉണ്ട്. ഇവിടെ ഒരു P ഉണ്ട്. അത് താഴത്തോട്ട് വരുമ്പോൾ NR/P എന്ന് വരും. ഓക്കെ അല്ലടാ? ഇനി നമുക്ക് P2ന്റെ നമുക്ക് എന്താ പറയാ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടണം. അതേപോലെ തന്നെ P1നും അല്ലെങ്കിൽ ഈ ഒരു സ്ലോപ്പിനും ഇതിപ്പോ 1 സോറി ഇത് 2ഉം ഇത് 1ഉം ആണ് അല്ലെ? അപ്പൊ 1നും 2നും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്താവും? യെസ്, n into R into ഇതിൽ മാറ്റമില്ല അല്ലെ? P1 n into R divided by P2 എന്ന് വരും. ഓക്കെ അല്ലടാ? സോ ദിസ് വാല്യൂ വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ക്ലിയർ? കാരണം നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ വോളിയത്തിന്റെ വാല്യൂ എന്താണ്? ഹയർ ആണ്. സോ നമുക്ക് പറയാൻ പറ്റും P2 is less than P1. ക്ലിയർ? P2 is less than P1. കാരണം ഇത് ഡിനോമിനേറ്ററിലാണ് വന്നത്. അപ്പൊ നമ്മൾ നേരെ തിരിച്ചിടുമ്പോൾ P2 is less than P1 എന്ന് വരും. Okay, so that is which pressure is larger എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ we can say that P1 is the larger pressure എന്ന് പറയാം. ഓക്കെ അല്ലേ? P1 ആണ് larger pressure കേട്ടോ. ഓക്കെ അല്ലടാ? അപ്പോൾ ഏതാ ഇൻക്രീസ് ഇൻ ദ തെർമൽ എക്സ്പാൻഷൻ ആണ് കേട്ടോ. ഒരു 3 എക്സ്പാൻഷൻ പഠിക്കാനുണ്ട്. അവർ തമ്മിലുള്ള കുറച്ച് റിലേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. സോ 3 ടൈപ്പ് എക്സ്പാൻഷൻ, അതായത് വൺസ് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഗ്യാസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യും ഇല്ലേ? വൺസ് ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? നമ്മളിപ്പോൾ നല്ല ചൂടുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ബലൂൺ പൊട്ടും. എന്തുകൊണ്ടാണ്? യെസ്, അത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പറയുവാണെങ്കിൽ 3 ടൈപ്പ് എക്സ്പാൻഷൻ ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ലീനിയർ എക്സ്പാൻഷൻ. സെക്കൻഡ് വൺ ഇസ് area expansion and third one is volume expansion. അങ്ങനെ 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമുക്ക് ഇത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ലീനിയർ എക്സ്പാൻഷൻ. The expansion in length is called linear expansion. അതായത് ചൂട് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്? അതിന്റെ ലെങ്ത് കൂടുവാണ്. ഓക്കെ, ചൂട് കൊടുക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് ലെങ്ത് കൂടുന്നു. അതായത് എക്സ്പാൻഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ലെങ്ത് വൈസ് ആണ് എക്സ്പാൻഷൻ സംഭവിക്കുന്നത്. ക്ലിയർ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മുടെ സ്ട്രെയിൻ ഉണ്ടല്ലോ, ആ സ്ട്രെയിനിലോട്ട് നമ്മൾ വരുവാണ്. സ്ട്രെയിൻ എന്താ പറയുന്നത്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ എന്താടാ? യെസ്, ഒറിജിനൽ ഡയമെൻഷൻ. സോ അതല്ലേ ഇവിടെ ഇരിക്കുന്നത്? യെസ്. അപ്പം ഇവിടെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ΔL/L അല്ലെ? അതായത് ലെങ്ത്, ഒറിജിനൽ ലെങ്ത് L ആയിരുന്നു,
പിന്നെ ആ എക്സ്പാൻഷൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഡെൽറ്റ എൽ ഇൻക്രീസ് ആയി. അപ്പൊ ചേഞ്ച് ഇൻ ഡയമെൻഷൻ കിട്ടി ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ആണ് എന്തെന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത്. വിച്ച് ഇസ് പ്രപ്പോർഷണൽ ടു എന്താ അവിടെ ഉണ്ടായ ടെമ്പറേച്ചർ ചേഞ്ച് അല്ലെ, അവിടെ ഉണ്ടായ ടെമ്പറേച്ചർ ചേഞ്ച്. സോ ഇഫ് ദ സബ്സ്റ്റൻസ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ലോങ് റോഡ്, ഓക്കെ, ഒരു ലോങ് റോഡിന്റെ ഫോമിലാണെന്നുണ്ടെങ്കിൽ ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്, ആ ഫ്രാക്ഷണൽ ചേഞ്ച് തന്നെയാണെന്ന് പറയുന്നത് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ഡെൽറ്റ ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്, ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് ഇസ് ആൽഫ എൽ. മേ ബി നിങ്ങൾ ആൽഫ എന്ന് മാത്രമായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. സോ ആൽഫ എൽ അല്ലെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് വട്ട് എവർ ഇറ്റ് മേ ബി, യെസ്, അതാണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഇക്വാലിറ്റി ആക്കാനായിട്ട് എഴുതാൻ പറ്റും ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ആൻഡ് നമ്മൾ ലീനിയർ എക്സ്പാൻഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി ആരുണ്ട്, ഡെൽറ്റ എൽ ബൈ എൽ ഉണ്ട്. ആൻഡ് ഇവിടുത്തെ ഈ സംഭവം എന്ത് ചെയ്യും, ഇപ്പുറത്തേക്ക് പോകും. സോ താഴെ ഒരു ഡെൽറ്റ ടിയും കൂടെ വരും. Clear അല്ലടാ, this is linear expansion equation. ഇനി where alpha L is known as the coefficient of linear expansion, നമ്മൾ ഓൾറെഡി പറഞ്ഞു, and it is the characteristic of material of the road. ആ റോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തെന്ന് പറയുന്നത് ആൽഫ എല്ലിന്റെ വാല്യൂ. ആൻഡ് മെറ്റീരിയൽ എക്സ്പാൻഡ്സ് മോർ ആൻഡ് ഹാവ് റിലേറ്റീവ്ലി ഹൈ വാല്യൂ ഓഫ് ആൽഫ എൽ. അതായത് നല്ല രീതിയിൽ, അതായത് ഒരു ചെറിയ ടെമ്പറേച്ചറിനാണെങ്കിൽ പോലും നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൽഫ എൽ വാല്യൂ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ. ഇനി കോപ്പർ ഒരു എക്സാമ്പിൾ പറയുകയാണ്. കോപ്പർ എന്ന് പറയുന്നത്, കോപ്പർ ഒരു മെറ്റൽ ആണ് അല്ലെ. കോപ്പർ എന്ന് പറയുന്നത് 5 times മോർ ദാൻ ഗ്ലാസിന്, അതായത് ഗ്ലാസ്സിന് നമ്മൾ ഒരു ഗ്ലാസ് ഉണ്ട്, ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു കോപ്പർ പീസ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ രണ്ടിനും നമ്മൾ കൊടുക്കുന്നത് സെയിം ടെമ്പറേച്ചറാണ്. ഓക്കെ, ഇത് കോപ്പർ ആണ്, ഇത് ഗ്ലാസ് ആണ്, ഓക്കെ അല്ലെ. രണ്ടിനും കൊടുക്കുന്നത് സെയിം ടെമ്പറേച്ചർ ആണ്. പക്ഷെ പറയുന്നത് എന്താണ്, കോപ്പർ എക്സ്പാൻഡ്സ് അബൌട്ട് 5 times മോർ ദാൻ. ഓക്കെ, ഇവിടെ എത്ര എക്സ്പാൻഡ് ചെയ്തു, ഗ്ലാസ് എത്ര എക്സ്പാൻഡ് ചെയ്തോ അതിന്റെ 5 times ആര് ചെയ്യുവാടാ, ആര് എക്സ്പാൻഡ് ചെയ്യും, കോപ്പർ എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ അല്ലെ, 5 times മോർ ദാൻ ഗ്ലാസ് ഫോർ ദി സൺറൈസ് ഇൻ ടെമ്പറേച്ചർ. എന്തുകൊണ്ടാണ്, അവിടെ ആൽഫ എല്ലിന്റെ വാല്യൂല് മാറ്റമുണ്ട്, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷന്റെ വാല്യൂല് മാറ്റമുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്താണ്, കൂടുതലായിരിക്കും ഫോർ കോപ്പർ, അതുകൊണ്ടാണ് അത് എക്സ്പാൻഡ് ചെയ്യുന്നത്. അടുത്തത് ഏരിയ എക്സ്പാൻഷൻ. ദ എക്സ്പാൻഷൻ ഇൻ ഏരിയ ഇസ് കോൾഡ് ഏരിയ എക്സ്പാൻഷൻ. അതായത് ഇപ്പൊ എന്താ നമ്മുടെ കയ്യിൽ ഒരു സ്ക്വയർ ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലടാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഏരിയ എ ആയിരുന്നു. ആൻഡ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, യെസ്, ഇതിന്റെ ലെങ്ത് വൈസും ബ്രെഡ്ത്ത് വൈസും എന്ത് ചെയ്യും, ഇത് എക്സ്പാൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് നമുക്ക് പിന്നെ കിട്ടാൻ പോകുന്നത് എ ഡാഷ് ആണ് അല്ലെ. അതായത് ഒരു ഡെൽറ്റ എ ടോട്ടൽ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഒരു ഡെൽറ്റ എ ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, ടെമ്പറേച്ചർ കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഡെൽറ്റ എ ഏരിയ കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അഗൈൻ എന്ത് ചെയ്യാണ്, ഫ്രാക്ഷൻ എടുക്കുവാണ്. ഓക്കെ, ഫ്രാക്ഷൻ എടുത്തു. അപ്പൊ നോക്കിക്കേ, ഡെൽറ്റ എ ബൈ എ വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് കിട്ടി ഇവിടെ ഒരു കോഎഫിഷ്യന്റ് ഓഫ് എന്താ പറയാ ഏരിയ എക്സ്പാൻഷൻ കിട്ടി, ആൽഫ എ. മേ ബി നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ബീറ്റ ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് മേ ബി. എന്താണ് ഏരിയ, കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ആണ്. സോ അതിന്റെ വാല്യൂ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ ടി എന്ന് കിട്ടും. അടുത്താണ് വോളിയം എക്സ്പാൻഷൻ. ദ എക്സ്പാൻഷൻ ഇൻ വോളിയം ഇസ് കോൾഡ് വോളിയം എക്സ്പാൻഷൻ. സിമ്പിൾ അല്ലേ. അതായത് ഒരു പെർട്ടിക്കുലർ ഒരു ക്യൂബ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു ക്യൂബ് ആണ്. ഓക്കെ, ഒരു ക്യൂബാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്യൂബിലോട് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തു. അപ്പം എന്താണ്, അതിന്റെ ടോട്ടൽ വോളിയം ഇൻക്രീസ് ആവും അല്ലെ. അങ്ങനെ ഇൻക്രീസ് ആയ വോളിയം ഡെൽറ്റ വി ആണ്, ഒറിജിനൽ വോളിയം വി ആണെന്ന് വിചാരിക്കും. അപ്പം ഫ്രാക്ഷണൽ ചേഞ്ച് എന്തായിരിക്കും, ഡെൽറ്റ വി ബൈ ബി വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ അതിന് നമ്മൾ കൊടുത്ത ആൽഫ വി. ഓക്കെ, ആൻഡ് ആൽഫ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ അല്ലെ. ഇനി അടുത്താണ് ഇപ്പൊ നമ്മൾ പഠിച്ചു ആൽഫ എൽ എന്താണെന്ന് പഠിച്ചു, ആൽഫ എ എന്താണെന്ന് പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ബീറ്റ എന്ന് വിളിക്കുന്ന സംഭവം. ഓക്കെ അല്ലെ. ആൽഫ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോടാ, ആൽഫ എൽ ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ഓക്കെ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി അല്ലെ. സോ അതും നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് കേട്ടോ. ക്ലിയർ. സോ ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, റിലേഷൻ ആണ് അറിയേണ്ടത്. അപ്പം എൻ്റെ കയ്യിലുള്ള ഒരു സ്ക്വയർ ആണ്, ആ സ്ക്വയറിന്റെ സൈസ് എൽ ആണ്, അല്ലെങ്കിൽ ലെങ്ത്, അതിന്റെ ഓരോ സൈഡിന്റെ ലെങ്ത് വരുന്നത് എന്താണ്, എൽ ആണ്. ക്ലിയർ അല്ലടാ. സോ നോക്കിക്കേ, എനിക്ക് ആൽഫ എല്ലിന്റെ വാല്യൂ അറിയാം. ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ആൽഫ എന്റെ വാല്യൂ, അല്ലെങ്കിൽ ബീറ്റ, ഈ കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ആണ്. അപ്പൊ എനിക്ക് ആദ്യം അറിയണം ഡെൽറ്റ എ എന്താണെന്ന്. അപ്പൊ ഡെൽറ്റ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പം ഇതിന്റെ ഒറിജിനൽ അവസ്ഥയിൽ ഇത് ഇങ്ങനെയാണ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ സൈഡ് എന്താവും, ഡെൽറ്റ എൽ ആവും അല്ലെ, എൽ പ്ലസ് ഡെൽറ്റ എൽ ആവും. ഇവിടെ എന്താവും, എൽ പ്ലസ് ഡെൽറ്റ എൽ ആവും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ഇൻ ഏരിയ, ഓക്കെ ലെറ്റ്സ് സേ ഇത് എ ഡാഷ് ആണ്, ഇത് എ ആണ്. ഓക്കെ അല്ലെ. എ എന്ന് പറയുന്നത് ഒറിജിനൽ സ്റ്റേറ്റ്, അതായത് ടെമ്പറേച്ചർ കൊടുക്കുന്നതിന് മുമ്പുള്ള അതിന്റെ ഏരിയ. ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് എന്തായി മാറി, എ ഡാഷ് ആയിട്ട് മാറി.
ക്ലിയർ അല്ലടാ? അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഡാഷ് മൈനസ് എ അല്ലേ? അങ്ങനെയാണെങ്കിൽ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ അല്ലേ? സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഇൻറ്റു എൽ അല്ലേ? എൽ സ്ക്വയർ അല്ലേ അതിന്റെ സ്ക്വയർ സോറി അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. സോ ഈ കേസിൽ എ ഡാഷിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, മൈനസ് എൽ സ്ക്വയർ. അപ്പൊ ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൽ സ്ക്വയർ പ്ലസ് 2l ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ഇതും ക്യാൻസൽ ആയി പോവും. അതേപോലെ തന്നെ ഡെൽറ്റ എൽ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാനായിട്ട് പറ്റും. സോ എനിക്ക് കിട്ടി 2l ഡെൽറ്റ എൽ എന്ന് കിട്ടി, അതായത് ഡെൽറ്റ എന്റെ വാല്യൂ. സോ ഞാൻ എഴുതി 2l ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ, സോ ഇവിടെ ഒന്ന് നോക്കിക്കേടാ, ഇവിടെ നമ്മളൊന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു സാധനം നോക്കി കിട്ടുന്നുണ്ട്, ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ഡെൽറ്റ എൽ ഉണ്ട് അല്ലെ? ഇവിടെ ഒരു ഡെൽറ്റ എൽ ഉണ്ട്. ആൻഡ് യെസ്, എവിടെ എന്തൊക്കെയോ ഒരു കറക്ഷൻ വന്നല്ലോടാ. ഓക്കെ, സോ ഇവിടെ ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ. സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എൽ സ്ക്വയറും ഡെൽറ്റ എൽ സ്ക്വയറും ക്യാൻസൽ, സോറി മൈനസ് എൽ സ്ക്വയറും ക്യാൻസൽ ആയി പോയി. ദെൻ 2l ഡെൽറ്റ എൽ വരും, ഡെൽറ്റ എൽ സ്ക്വയർ. അതായത് കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എൽ എന്ന് പറയുന്ന വാല്യൂ വളരെ ചെറുതായിരിക്കും. സോ തീർച്ചയായിട്ടും നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഡെൽറ്റ എൽ സ്ക്വയർ എടുക്കും, അതിനെക്കാളും ചെറിയൊരു വാല്യൂ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കിയത്. സോ ഫൈനലി നമുക്ക് കിട്ടിയത് 2l ഡെൽറ്റ എൽ ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഓക്കെ ഗോട്ട് ഇറ്റ്. അപ്പൊ ഇവിടെ അഗെയിൻ ഏരിയ ആണ് കിടക്കുന്നത് അല്ലെ? ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2l ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് എൽ സ്ക്വയർ ഡെൽറ്റ ടി. അപ്പം അഗെയിൻ ഇവിടെ എൽ ഉണ്ട്, ഇവിടെ എൽ സ്ക്വയർ ഉണ്ട്, അപ്പം അവിടെ പോയി. സോ 2 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. സോ ഈ ഒരു വാല്യൂ നമുക്ക് നല്ല പരിചയമുണ്ട് അല്ലേ? ഇതെന്താണ് ഈ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ്. സോ എനിക്ക് എഴുതാൻ പറ്റും 2 ഇൻറ്റു ആൽഫ എൽ. ക്ലിയർ അല്ലേടാ? സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. സോ കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? യെസ്, എന്താണ് ആൽഫ എൽ, എന്താണ് ആൽഫ എ എന്ന് എഴുതാം. ദെൻ ഡെൽറ്റ എ കണ്ടുപിടിക്കുക. ഡെൽറ്റ എ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സൈഡ് എന്തായിരിക്കും? എൽ പ്ലസ് ഡെൽറ്റ എൽ ആയിട്ട് മാറും. സോ വൺസ് നമ്മൾ അതിന്റെ ഏരിയ കാണുമ്പോൾ എന്ത് കൺസിഡർ ചെയ്യണം? ആ ചേഞ്ച് ഇൻ ലെങ്ത്തും നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? യെസ്, അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്തു. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഡെൽറ്റ എൽ സ്ക്വയർ വാല്യൂ നമ്മൾ ഇഗ്നോർ ചെയ്യും, കാരണം അതിന്റെ വാല്യൂ വളരെ ചെറുതായിരിക്കും. ആൻഡ് ഫൈനലി നമുക്ക് കിട്ടിയ ഒരു വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഏരിയ, ഈ ഏരിയ എന്ന് പറയുന്നത് എ ഡാഷ് അല്ല അല്ലെ? ഇത് ഒറിജിനൽ ഏരിയ ആണ്. ചേഞ്ച് ഇൻ ഏരിയ അല്ല നമ്മുടെ ചോദിച്ചിട്ടുള്ളത്, ഒറിജിനൽ ഏരിയ ആണ് താഴെയുള്ളത്. ദാറ്റ് ഇസ് എൽ സ്ക്വയർ. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്തു. ആൻഡ് ഫൈനലി നമുക്ക് കിട്ടിയ റിസൾട്ടിൽ നമ്മൾ ആൽഫ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതേപോലെ തന്നെ ആൽഫ എല്ലും ആൽഫ വിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഓക്കെ, ആൽഫ എൽ ഞാൻ അഗെയിൻ എഴുതുവാണ്, ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ അല്ലേ? ആൻഡ് അതേപോലെ തന്നെ ആൽഫ വി വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഡെൽറ്റ ടി. ക്ലിയർ അല്ലടാ? ഇനി ഡെൽറ്റ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അഗെയിൻ നമ്മൾ ആ ക്യൂബിന്റെ കേസ് എടുക്കുവാണ്. ഓക്കെ അല്ലടാ? ക്യൂബിന്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ക്യൂബിന്റെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് എൽ. സോ ഇതിന്റെ വോളിയം എന്തായിരിക്കും? എൽ ക്യൂബ്. ഇനി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? എൽ പ്ലസ് ഡെൽറ്റ എൽ ആയിരിക്കും ഒരു സൈഡ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ ക്യൂബ് വരും. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഡെൽറ്റ വി കണ്ടുപിടിക്കാൻ പോവാണ്. ഡെൽറ്റ വി വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ ക്യൂബ് മൈനസ് എൽ ക്യൂബ്. സോ ഇവിടെ നോക്കിക്കേ, എൽ ക്യൂബ് പ്ലസ് 3 ഡെൽറ്റ എൽ സ്ക്വയർ ഇൻറ്റു എൽ പ്ലസ് 3 ഇൻറ്റു എൽ സ്ക്വയർ ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ ക്യൂബ് അല്ലെ? എൽ ക്യൂബ് പ്ലസ് 3 സ്ക്വയർ 3 ഡെൽറ്റ എൽ സ്ക്വയർ എൽ ഇൻറ്റു 3 എൽ സ്ക്വയർ ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ ക്യൂബ് മൈനസ് എൽ ക്യൂബ്. സോ ഇതും ക്യാൻസൽ ആയി പോയി. ആൻഡ് ഓൾസോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെൽറ്റ എൽ സ്ക്വയർ വരുന്ന വാല്യൂസും എൽ ക്യൂബ് വരുന്ന വാല്യൂസും നമുക്ക് പതുക്കെ റിമൂവ് ചെയ്യാം. സോ ഹിയർ ഇറ്റ് വിൽ ബി 3l പ്ലസ് 3l സ്ക്വയർ ഡെൽറ്റ എൽ എന്ന് വരും. ഓക്കെ അല്ലേ? ഇത്രയുമാണ് നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടാൻ പോകുന്നത്. ക്ലിയർ അല്ലടാ? യെസ്. അപ്പം ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പം 3l ഉണ്ട് പ്ലസ് 3l സ്ക്വയർ ഡെൽറ്റ എൽ ഉണ്ട് അല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 3 ഇൻറ്റു, സോ നമ്മൾ നോക്കിക്കേ, യെസ് ഹിയർ ഈ ഒരു ടേം 3l എന്നുള്ള ടേം അല്ല കേട്ടോ, ഡെൽറ്റ എൽ സ്ക്വയറിന്റെ കൂടെ ഫുൾ ടേം പോകും. കാരണം 3 ഇൻറ്റു എൽ ഇൻറ്റു ഡെൽറ്റ എൽ സ്ക്വയർ അല്ലേ? സോ ഈ ഡെൽറ്റ എൽ സ്ക്വയർ എന്നുള്ളൊരു ടേം ഹോൾ 3l മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മെഗെയിൻ നമുക്ക് ചെറിയ വാല്യൂ ആണ് കിട്ടുന്നത്. സോ ഈ 3l അല്ല കേട്ടോ, ഞാൻ നേരത്തെ ഡെൽറ്റ ഹോൾ ടേം ആണ് പോവുക, എഴുതിയപ്പം തെറ്റിപ്പോയതാണ് കേട്ടോ. സോ 3l സ്ക്വയർ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ വി എന്ന് പറയുമ്പോൾ മെഗെയിൻ ഡെൽറ്റ എൽ ക്യൂബ് ഇൻറ്റു ഡെൽറ്റ ടി. സോ ഇവിടെ എന്താണ്? ഇവിടുത്തെ എൽ സ്ക്വയറും ഇതും കൂടെ പോവും. സോ ആൽഫ വി ബിക്കംസ് 3 ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി. എഗെയിൻ നമ്മുടെ ഇതേ ഇക്വേഷനിലോട്ട് വരും. സോ വി വിൽ ഗെറ്റ് 3 ആൽഫ എൽ.
ഓക്കെ അല്ലടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൽഫ എൽ ഇസ് ടു ആൽഫ എ ഇസ് ടു ആൽഫ വി. ഈ ഒരു റേഷ്യോ നമ്മുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം ആൽഫ എൽ ഞാൻ അങ്ങനെ തന്നെ ഇട്ടു. ആൽഫ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2 ആൽഫ എൽ ആണ്. അതേപോലെ ആൽഫ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഇസ് 3 ആൽഫ എൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോ എനിക്ക് എന്താ വരാ? 1:2:3 എന്ന് വരും. ക്ലിയർ? ഓൾ സെറ്റ്? യെസ്. അപ്പൊ നമുക്ക് റിലേഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. ആൽഫ എല്ലും ആൽഫ എയും തമ്മിലുള്ള റിലേഷൻ ഇട്ടു. എടാ ഇവിടെ വന്നത് ഈ എൽ സ്ക്വയറിന്റെ ടേം നമ്മൾ മൊത്തത്തിൽ എടുത്ത് കളയണം കേട്ടോ. അല്ലാതെ മീൻസ് നമ്മൾ ആ ഒരൊറ്റ ടേം ഒഴിവാക്കല്ല കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് ചെയ്തപ്പം ശരിയായിരുന്നു, പിന്നീട് എടുത്ത് എഴുതിയപ്പം ആ ഡെൽറ്റ എൽ സ്ക്വയർ മാത്രമേ പോയുള്ളൂ എന്നുള്ള രീതിയിലാണ് എടുത്തത്. ഓക്കെ, എനിവേ യെസ്. അപ്പൊ നമ്മൾ അടുത്ത അതിലോട്ട് പോവാണ്. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി വോളിയം കൂടുമ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വോളിയം കൂടല്ലേ ചെയ്യാം അല്ലെ? വോളിയം കൂടും എപ്പം? ടെമ്പറേച്ചർ കൂടുമ്പോൾ. ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വോളിയം കുറയും. ഇങ്ങനെയാണ് യൂഷ്വലി വരാം. സോ അപ്പൊ നമ്മൾ വെള്ളം ചൂടാക്കുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, വെള്ളം ചൂടാക്കണം 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ അല്ലടാ? അപ്പൊ ഇങ്ങനെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി വരും 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി 4 ഡിഗ്രി. ഓക്കെ അല്ലേ? ഈ 4 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വോളിയം കുറയും. ഇവിടെ ടെമ്പറേച്ചർ കൂടുവാണ്, എന്നാലും വോളിയം കുറയുക ചെയ്യാം. പക്ഷെ 4 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, നോർമലി ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വോളിയം ഇൻക്രീസ് ആവും. ക്ലിയർ അല്ലടാ? അതേപോലെ തന്നെ ഇപ്പം ലെറ്റ്സ് സേ 10 ഡിഗ്രിയിൽ ഇരിക്കുന്ന എന്താ പറയാ സെൽഷ്യസിൽ ഇരിക്കുന്ന ഒരു ബോഡി, അതിനെ നമ്മൾ തണുപ്പിച്ച് നമ്മൾ 9 ഡിഗ്രിയിലോട്ട് വന്നു, 8ലോട്ട് വന്നു, 7ലോട്ട് വന്നു, 6ലോട്ട് വന്നു, അഗൈൻ നമ്മൾ എന്ത് ചെയ്തു? 4ലോട്ട് വരെ വന്നു. സോ ഇവിടെ എന്താ സംഭവിക്കേണ്ടത്? ഇവിടെ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ? ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ചിട്ട് വോളിയം കുറയുമല്ലേ വേണ്ടേ? ഇവിടെ വരെയും അങ്ങനെയാ. 4 ഡിഗ്രി സെൽഷ്യസിന് ഇപ്പുറത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറയുക ചെയ്യുന്നത് അല്ലെ? ടെമ്പറേച്ചർ കുറയുക ചെയ്യുന്നത്, പക്ഷെ അവിടെ വോളിയം കൂടും. സോ ഇതാണ് വാട്ടറിന്റെ എന്താ പറയുന്നത്? അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത് കേട്ടോ. അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പറയുന്നത് നമ്മുടെ വെള്ളത്തിന് മുകളിൽ എന്താണ്? ഐസ് കിടക്കുന്നത്. ഓക്കെ, ഐസ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. നമുക്കറിയാം ഡെൻസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ മാക്സിമം ഡെൻസിറ്റി വരുന്നത് എപ്പോഴായിരിക്കും? മിനിമം വോളിയം വരുമ്പോൾ. ആ മിനിമം വോളിയം എവിടെയാണ് സംഭവിക്കുന്നത്? യെസ്, അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ അല്ലടാ? സോ അതാണ് ഡെൻസിറ്റി മാക്സിമം ആകുന്നത് അറ്റ് എന്താ പറയുക 4 ഡിഗ്രി സെൽഷ്യസ്. വാട്ടർ 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കുമ്പോഴാണ് മാക്സിമം വരുന്നത്. ആൻഡ് ഐസ് ഫ്ലോട്ട് ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി കുറവാണ്. ആരിനെ സംബന്ധിച്ചിടത്തോളം? യെസ്, ഐസിനെ സംബന്ധിച്ചിടത്തോളം ഡെൻസിറ്റി കുറവാണ്. ഓക്കെ, ഡെൻസിറ്റി കുറവാണ്. പക്ഷെ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഐസിനെക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. ക്ലിയർ അല്ലടാ? യെസ്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. The coefficient of volume expansion at constant pressure for an ideal gas. ഓക്കെ അല്ലേ? സോ നമുക്കറിയാം ആൽഫ വിന്റെ വാല്യൂ എന്തായിരുന്നു? യെസ്, ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഡെൽറ്റ ടി. ഇതല്ലേ നമ്മൾ ആൽഫ വി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച സംഭവം. അതേപോലെ തന്നെ നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ചിട്ട് പി വി വിച്ച് ഇസ് ഈക്വൽ ടു എൻ ഓർ മ്യൂ ആർ ടി. ഓക്കെ, നിങ്ങൾ ഏതാണോ പഠിച്ചത്? എൻ ആണെങ്കിൽ എൻ, മ്യൂ ആണെങ്കിൽ മ്യൂ കേട്ടോ. ഓക്കെ, സോ പി ഡെൽറ്റ വി which is equal to, okay, P delta V, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ഓക്കെ അല്ലേ? അപ്പം അവിടെ ചേഞ്ചസ് വരുന്ന ആർക്കൊക്കെ ആയിരിക്കും? P കോൺസ്റ്റന്റ് ആണ്, മ്യൂ കോൺസ്റ്റന്റ് ആണ്, ആർ കോൺസ്റ്റന്റ് ആണ്. സോ ഡെഫിനറ്റ്ലി മ്യൂ ആർ ഡെൽറ്റ ടി എന്ന് വരും. ക്ലിയർ അല്ലടാ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ കാര്യം ചെയ്യാൻ പോണ്. P ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി വിച്ച് ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ വി. ക്ലിയർ? സോ ഇവിടെ നമുക്ക് എഴുതാം ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഡെൽറ്റ ടി. ഓക്കെ, ഡെൽറ്റ വി ഈ പീനെ നമ്മൾ കൊണ്ടുവരണം, അതായത് കോൺസ്റ്റന്റ് ടേംസിലൊക്കെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാണ്. സോ വി വിൽ ഗെറ്റ് മ്യൂ ആർ ഉണ്ട് ഇവിടെ, ഡെൽറ്റ ടി ഓൾറെഡി പോയി, ആൻഡ് ദെൻ ഇവിടെ ഒരു വി ഉണ്ട്, ആൻഡ് ഓൾസോ വി വിൽ ബി ഹാവിംഗ് ടി ഹിയർ. ഓക്കെ, യെസ്, പി. സോ ആ പി നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും ഇടാം. ഓക്കെ അല്ലേ? ഇക്വേഷൻ നമ്പർ 2 നോക്കുവാണെങ്കിൽ പി വിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മ്യൂ ആർ ഡിവൈഡഡ് ബൈ മ്യൂ ആർ ടി അല്ലെ? പി വിന്റെ ഇക്വേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി ആണ്. മ്യൂ ആറും ക്യാൻസൽ ആയി പോയി, നമുക്ക് കിട്ടി ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടി വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വാല്യൂ വരുന്നത്? ദാറ്റ് ഈസ് 1 ബൈ ടി എന്ന് വരും. ഓക്കെ അല്ലേ? ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഡെൽറ്റ ടി. സോ ഒന്ന് നോക്കിക്കേടാ, ഇതൊന്ന് കമ്പയർ ചെയ്തേ. ഇക്വേഷൻ 1 ആയിട്ട് 3 ഒന്ന് കമ്പയർ ചെയ്തേ. അപ്പൊ നമുക്ക് കിട്ടും ആൽഫ വി എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ ടിക്ക് അല്ലെങ്കിൽ ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ദ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ ടി.
ഓക്കെ, എങ്ങനെയാ വന്നെന്ന് മനസ്സിലായല്ലോ? ഈ ഒരു ഇക്വേഷൻ അറിയാം, ഈ ഒരു ഇക്വേഷൻ അറിയാം. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മുടെ ഈ നമുക്ക് പറഞ്ഞതനുസരിച്ചിട്ട് എന്താ ചെയ്യാനുള്ളത്? യെസ്, അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. പിന്നെ അവിടെ ചേഞ്ച് വരുന്ന ആർക്കായിരിക്കും? വോളിയത്തിനും ചേഞ്ച് വരും, ടെമ്പറേച്ചറിനും ചേഞ്ച് വരും. അതേപോലെ നമ്മൾ കൊടുത്തു. ഇനി അടുത്ത എന്താ നമ്മൾ പറയുന്നത്? പി ഡെൽറ്റ വി വിച്ച് ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഡെൽറ്റ ടി. ആൻഡ് പി ഡെൽറ്റ വിനെ അവിടെ നിർത്തി ഒരു വി കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെയും ഡിവൈഡ് ചെയ്തു, ഇവിടെയും ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഓവറോൾ റിസൾട്ടിൽ മാറ്റമില്ല അല്ലെ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? പി ഡെൽറ്റ വി. ഓക്കെ, അതിൽ ആ പിനെ നമ്മൾ മാറ്റി നിർത്തി. കാരണം നമുക്ക് വേണ്ടത് ആരോ മാത്രമാണ്, ഇത്രയും സാധനങ്ങളെ വേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതും കാര്യങ്ങളൊക്കെ. ഓക്കെ അല്ലേ? സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ആ ഭാഗത്തിന് മാത്രം ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നു, ബാക്കി എല്ലാത്തിനും ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി പി വി. ഓക്കെ, പി വി എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ ഇക്വേഷൻ 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മ്യൂ ആർ ടി കൊടുക്കാം. മ്യൂ ആറും ക്യാൻസൽ ആയി പോയി നമുക്ക് കിട്ടി 1/t. ഓക്കെ അല്ലേ? സോ വി ഗോട്ട് ആൽഫ വി വിച്ച് ഇസ് ഈക്വൽ ടു 1/t. അടുത്താണ് തെർമൽ സ്ട്രെസ്. സ്ട്രെസ് നമ്മൾ ഓൾറെഡി അറിയാം അല്ലെ? എന്താണ് സ്ട്രെസ് എന്നുള്ളത് അറിയാം അല്ലെ? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ അല്ലെ? അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ഇൻ യൂണിറ്റ് ഏരിയ. ഇഫ് ദ തെർമൽ എക്സ്പാൻഷൻ ഓഫ് എ റോഡ് is prevented by fixing its end rigidly, the road acquires a compressive strain. The corresponding stress set up the road is called thermal stress. എക്സാക്ട്ലി നമ്മൾ എന്താണ് സ്ട്രെസ് പറയുന്നത് അതിന്റെ ഒരു വേറൊരു ഫോമിൽ നമ്മൾ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഒന്നുമില്ല, നമുക്ക് തെർമൽ എക്സ്പാൻഷൻ നടക്കുന്ന ഒരു റോഡിലാണെന്ന് വിചാരിക്കും. ഓക്കെ, ആൻഡ് ഈ ഒരു എക്സ്പാൻഷനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റിജിഡ് സപ്പോർട്ട്, അതായത് രണ്ട് സൈഡിലും ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ആൻഡ് അപ്പം എന്താവും? യെസ്, അവിടെ ഒരു കംപ്രസീവ് സ്ട്രെയിൻ ഉണ്ടായിരിക്കും. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് ആരുണ്ടായിരിക്കും? യെസ്, ഇതിന്റെ ഒറിജിനൽ ഇതിലോട്ട് കൊണ്ടുവരാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രെസ് അവിടെ ആക്ട് ചെയ്യും. ദാറ്റ് ഇസ് തെർമൽ സ്ട്രെസ്. യെസ്, അഗൈൻ അടുത്ത ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? ഒന്നുമില്ല, ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ. ഓക്കെ അല്ലേ? ഒരു സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യണം? 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ അല്ലേ? 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള ഹീറ്റ്. ഓക്കെ അല്ലേ? ഒരു സബ്സ്റ്റൻസ് അതിന്റെ 1 യൂണിറ്റ് ആൻഡ് ആ 1 യൂണിറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ്. ഓക്കെ, 1 യൂണിറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഹീറ്റിന്റെ എമൗണ്ട്. ക്ലിയർ അല്ലടാ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റിനെ എസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ക്ലിയർ അല്ലടാ? ഇത് ഹീറ്റ് ആണ്, ഇത് ടെമ്പറേച്ചർ ആണ്. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിപെൻഡ്സ് ഓൺ ഇറ്റ്സ് മാസ്. ചോദ്യങ്ങൾ വരാട്ടെ 1 മാർക്കിനൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇന്ന കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് പറയും ഇതിൽ ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ് ആണെന്നുള്ളത് ചോദിക്കാം. സോ മാസ്, ടെമ്പറേച്ചർ, നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസിന് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഹീറ്റ് കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലടാ? ഇനി അടുത്തതിലോട്ട് നമ്മൾ പോവുകയാണ്, ദാറ്റ് ഇസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ നമ്മൾ നേരത്തെ ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു അല്ലെ? ഹീറ്റ് കപ്പാസിറ്റി എന്തായിരുന്നു? ദാറ്റ് ഇസ് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഹീറ്റിന്റെ എമൗണ്ട്. ഇവിടെ സ്പെസിഫിക് ആക്കുന്നത് എന്താണ്? യെസ്, ഇവിടെ ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്യുവാണ്, ഒരു യൂണിറ്റ് മാസ്. ഓക്കെ, ഒരു യൂണിറ്റ് മാസ് ആണുള്ളത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ബൈ 1 യൂണിറ്റ്. ഓക്കെ, അവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് എന്താണ്? 1 യൂണിറ്റ് മാസ്. അപ്പം ഇവിടുത്തെ ഇക്വേഷനിൽ എന്ത് മാറ്റം വരും? ഇതിന് ഞാൻ സ്മോൾ ലെറ്റർ എസ് ഒന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാം എന്താണോ സ്പെസിഫിക് ഹീറ്റ് ഡിവൈഡഡ് ബൈ മാസ് ചെയ്താൽ പോരെ അല്ലെ? യൂണിറ്റ് മാസ് ആണ് പറഞ്ഞിട്ടുള്ളത്, യൂണിറ്റ് ടെമ്പറേച്ചർ കൂട്ടണം, അത് യൂണിറ്റ് മാസിൽ വേണം. സോ എസ് ബൈ എം. സോ നമുക്ക് പറയാൻ പറ്റും ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ എം ഡെൽറ്റ ടി. ക്ലിയർ അല്ലടാ? അതേപോലെ നമുക്ക് ഡെൽറ്റ ക്യൂവിന് ഇപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി കൂടെ. എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? യെസ്, ഇവിടെ നമുക്ക് പറയാം എസ് എം ഡെൽറ്റ ടി. ഓക്കെ, അല്ലെങ്കിൽ എം എസ് ഡെൽറ്റ ടി. മനസ്സിലായല്ലോടാ? അപ്പൊ നമുക്ക് അവിടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റിന് എത്രത്തോളം വേണ്ടി വന്നു എന്നുള്ളതിന് ഇക്വേഷൻ കിട്ടും. ആൻഡ് ഇത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നേച്ചർ ഓഫ് ദി സബ്സ്റ്റൻസ്, ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇത് യൂണിറ്റ് മാസിൽ ആക്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആര്? ഹീറ്റ് കപ്പാസിറ്റി കേട്ടോ. പക്ഷെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നില്ല? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫ്രം ദി എബവ് ഇക്വേഷൻ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ്, അഗൈൻ നമ്മൾ ആ ഒരു ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് മോഡിഫൈ ചെയ്തിട്ട് എഴുതുന്നതാണ് കേട്ടോ. എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മൾ നേരത്തെ ഇവിടെ എഴുതി അതേ ഇക്വേഷൻ തന്നെ കേട്ടോ, എം എസ് ഡെൽറ്റ ടി. ക്ലിയർ അല്ലടാ? യെസ്. ഇനി അടുത്തത് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു, അതിനൊന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞു. ഇനി മോളാർ എന്നും കൂടെ പറയുന്നത്. അതെന്താ പറയുന്നത്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഇസ് ദ amount of heat required to raise the temperature of 1 mole of the substance. യൂണിറ്റ് മാസ് അല്ല, 1 mole of the substanceന്റെ ടെമ്പറേച്ചർ ഒരു 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 യൂണിറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ഈ 3 കേസിലും 1 യൂണിറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ അല്ല, 1 യൂണിറ്റ് ടെമ്പറേച്ചർ ആണ് 3 കേസിലും ഇൻക്രീസ് ചെയ്യേണ്ടത്.
ഫസ്റ്റ് കേസിൽ എന്താണ്? യെസ്, ഫസ്റ്റ് കേസിൽ സിമ്പിൾ ആണ് അല്ലേ? 1 യൂണിറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനാണ് ആവശ്യമായിട്ടുള്ള ഹീറ്റ്. സെക്കൻഡ് കേസ് സ്പെസിഫിക് ആക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു യൂണിറ്റ് മാസ് അല്ലേ? യൂണിറ്റ് മാസ് നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഇവിടെ എന്താ ഉള്ളത്? 1 മോള് അല്ലേ? 1 മോള് ടെമ്പറേച്ചർ, അതായത് ഒരു ഒബ്ജക്റ്റ്, ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അതിലൊരു 1 മോൾ സബ്സ്റ്റൻസ് നമ്മൾ എടുത്തു. ഓക്കെ അല്ലേ? അതില് ആ ഒരു 1 മോൾ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഒരു 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാനാണ് ആവശ്യമായിട്ടുള്ള ഇതിന്റെ അളവാണ്. ആൻഡ് ദാറ്റ് വിൽ ബി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? C which is equal to 1 by mu delta Q divided by delta T എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ സെയിം 1 by m ചെയ്ത പോലെ ഇവിടെ 1 by mu. Okay, and it depends on the nature of the substance and its temperature, independent of the mass of the substance. അപ്പം ആകെ ഹീറ്റ് കപ്പാസിറ്റി മാത്രമാണ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ദ ഹൈസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ഇറ്റ് ഇസ് നമ്മുടെ വാട്ടറിനാണ് കേട്ടോ. നമ്മുടെ NCERT ചെറുതായിട്ട് ഒരു ബോക്സിൽ നമ്മുടെ അടുത്ത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട്. പറ്റുമെങ്കിൽ അത് നോക്കിയിട്ട് പോകാം കേട്ടോ. ഇനി അടുത്താണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിലൂടെ നമ്മൾ എത്തി, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. നമുക്കറിയാം നോർമലി നമ്മൾ പറയുന്ന വേറെയും സ്റ്റേജസ് ഉണ്ട്, സ്റ്റേറ്റുകളുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്ന 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഓക്കെ അല്ലെ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പം എന്താണ് ഈ സോളിഡിൽ നിന്നും എന്ത് ചെയ്യും? ഈ എന്താ പറയാ, സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ അല്ലെ? അപ്പൊ അതിന്റെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഐസ്. ഐസ് എന്താവും? ലിക്വിഡ് ആവും അല്ലെ? അതായത് വാട്ടർ ആവും അല്ലേടാ? അപ്പൊ അവിടെ ഒരു ഫേസ് ചേഞ്ച് അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റേറ്റ് മാറി. ഇനി ലിക്വിഡ് എന്താവാം? ഗ്യാസ് ആവാം അല്ലെ? നമ്മുടെ വാട്ടറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവാപറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അവിടെയും എന്തായി? ഒരു ചേഞ്ച് ഉണ്ടായി. എ ട്രാൻസിഷൻ ഫ്രം വൺ ഓഫ് ദീസ് സ്റ്റേറ്റ്സ് ടു അനദർ ഇസ് കോൾഡ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. The temperature of the system does not change during the change of state. ക്ലിയർ അല്ലേ? ഈ സമയത്ത് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ആ ഫേസ് ചേഞ്ച്, സോളിഡിൽ നിന്നും ലിക്വിഡ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല? അവിടെ ടെമ്പറേച്ചറിൽ മാറ്റം വരുന്നില്ല. ഓക്കെ അല്ല? അവിടെ ടെമ്പറേച്ചറിൽ മാറ്റം വരുന്നില്ല. ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. സോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് പറയാം. ആ ഓരോ പ്രോസസ്സിനും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പേരുണ്ട്. സോളിഡ് ലിക്വിഡ് ആവാന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ പറയുക, മെൽറ്റിംഗ് ആണ് അല്ലെ? അതേപോലെ തന്നെ ലിക്വിഡ് ഗ്യാസ് ആവുന്നതിന് നമുക്കറിയാം വേപ്പറൈസേഷൻ. മെൽറ്റിംഗ് നമുക്കറിയാം എന്താണ്? സോളിഡ് ലിക്വിഡ് ആവുന്നു, വാട്ടർ മെൽറ്റ് ആവുന്നു. ലിക്വിഡ് ഗ്യാസ് ആവുന്നു, വാട്ടർ ഇവാപറേറ്റ് ചെയ്യുന്നു, വേപ്പറൈസേഷൻ. ഇനി അതേപോലെ തന്നെ എന്താ പറയാ, സോളിഡ് ടു ലിക്വിഡ് പറഞ്ഞു. ഇനി ലിക്വിഡിൽ നിന്ന് സോളിഡിലോട്ട്, ഓക്കെ, ലിക്വിഡിൽ നിന്ന് സോളിഡിലോട്ട്, ഓക്കെ അല്ലടാ? വാട്ടർ എന്താ പറയാ, ഐസ് ആയിരുന്നു, അതിന് വാട്ടർ ആക്കി. ഇനി ഈ വാട്ടറിന് എന്ത് ചെയ്യണം? ഐസ് ആക്കണം, സോളിഡ് സ്റ്റേറ്റിലോട്ട് പോകണം. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫ്യൂഷൻ. ഓക്കെ, ഐസ് ആക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫ്യൂഷൻ. ഞാൻ എക്സാമ്പിൾ ആയിട്ടാണ് വാട്ടർ പറയുന്നത്. നമ്മൾ എന്താ ജനറലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്? ലിക്വിഡ്, സോളിഡ്. ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വാട്ടറിന്റെ കേസ് എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. സോ ലിക്വിഡിനെ സോളിഡ് ആക്കാനായിട്ട്, അതായത് വാട്ടറിനെ ഐസ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത് ഫ്യൂഷൻ ആണ്. ഇനി ഗ്യാസ് ടു ലിക്വിഡ്, അതായത് ഗ്യാസ് ഫോമിൽ ഇരിക്കുന്ന ഒരെണ്ണത്തിന് എന്ത് ചെയ്യുവാണ്? അതായത് നമ്മൾ ഇവാപറേറ്റ് ചെയ്ത് പോയിനൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ വെള്ളമാക്കുവാണ്. ഓക്കെ അല്ലെ? ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് കണ്ടൻസേഷൻ. ഇനി സോളിഡ് ടു ഗ്യാസ്, ഓക്കെ, നേരെ നമ്മൾ എന്ത് ചെയ്യുവാണ്? സോളിഡിൽ നിന്ന് ഗ്യാസിലോട്ട് കൺവേർട്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ ആ ട്രാൻസിഷൻ അങ്ങനെ ഡയറക്ട്ലി നടക്കുവാണ്. അതായത് ഒരു എന്താ പറയുക, ലിക്വിഡ് എന്നുള്ള ഒരു ഫേസ് വരുന്നില്ല. അതിന് നമ്മൾ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. ക്ലിയർ അല്ലേ? സോളിഡിൽ നിന്നും ലിക്വിഡ്, ഓക്കെ, ദെൻ ഗ്യാസ്. ഓക്കെ അല്ലടാ? സോ ഇവിടെ നോക്കിക്കേ, സോളിഡിൽ നിന്നും ലിക്വിഡ് ആകുന്ന ആ സ്റ്റേറ്റ് നമ്മൾ പറയുന്നതാണ് മെൽറ്റിംഗ്. ആൻഡ് ലിക്വിഡ് ഗ്യാസ് ആവുന്നത് നമ്മൾ പറയുന്നതാണ് വേപ്പറൈസേഷൻ. ക്ലിയർ? ഇനി അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസിനെ ലിക്വിഡ് ആക്കുന്നത് അല്ലെ? ഗ്യാസിനെ ലിക്വിഡ് ആക്കുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് കണ്ടൻസേഷൻ. ആൻഡ് ലിക്വിഡിനെ സോളിഡ് ആക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫ്യൂഷൻ. ആൻഡ് ഗ്യാസിനെ സോളിഡ് ആക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സബ്ലിമേഷൻ. നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഒരു ഫേസ് വെച്ചിട്ട് ഇത് എന്താണെന്നുള്ളത് ചോദിക്കാം. ഓക്കെ അല്ലെ? സോ അന്നേരം ഈ ഒരു ഇമേജ് മാത്രം മനസ്സിലിരുന്നാൽ മതി. ക്ലിയർ അല്ലടാ? അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. മെൽറ്റിംഗ് പോയിന്റ്, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് ലിക്വിഡ് ആകുന്നത്. ഓക്കെ അല്ലെ? സോളിഡ് ലിക്വിഡിലോട്ട് കൺവേർട്ട് ആകുന്ന ആ മൊമെന്റിന്, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. Okay, അല്ലെ? The temperature at which the solid and the liquid state of the substance in thermal equilibrium with each other is called melting point. Clear അല്ലേടാ? Yes. Melting point decreases with increase in pressure. Pressure കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? Melting point കുറയും. Okay, yes. ഇനി അടുത്തതാണ് റെഗുലേഷൻ. ഇതെന്താണ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കുറെ എക്സ്പെരിമെന്റ് കണ്ടിട്ടുണ്ടായിരിക്കും. ഐസിന്റെ ഉള്ളിൽ കൂടെ ഒരു ത്രെഡ് ഒക്കെ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഒരു സ്റ്റീലിന്റെ ഒരു വയറൊക്കെ കൊണ്ടുപോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് സിമ്പിൾ ആയിട്ട് റെഗുലേഷൻ എന്ന് പറയുന്നത്. അതായത് വൺസ് ഈ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താണ്? പ്രഷർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറയും അല്ലെ? മെൽറ്റിംഗ് പോയിന്റ് കുറയും എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ? മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. അപ്പൊ പ്രഷർ കൂടി, അതായത് ഇവിടെ ഞാൻ എന്ത് ചെയ്യുവാണ്? 2 വെയിറ്റ് ഹാങ് ചെയ്തിട്ടുള്ള ഒരു ത്രെഡ്,
ഓക്കെ, ആ ത്രെഡിനെ ഞാൻ എന്ത് ചെയ്യുവാണ്, ഐസിന്റെ മുകളിൽ ചുമ്മാ വെച്ചു. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് അവിടെ ഫീൽ ചെയ്യുന്ന പ്രഷർ ഉണ്ടല്ലോ, അതായത് ആ പെർട്ടിക്കുലർ, അതായത് ഇതാണ് ഐസ് എന്ന് വിചാരിക്കുക, ഇവിടെയാണ് എന്റെ ആ ഒരു ഞാൻ വെക്കുന്ന ആ ഒരു സ്റ്റീലിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ത്രെഡ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. സോ ഈ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും, ഇതിന് പ്രഷർ ഫീൽ ചെയ്യും. പ്രഷർ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഭാഗത്തെ എന്താ ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് മാറും. മെൽറ്റിംഗ് പോയിന്റ് മാറുമ്പോൾ എന്താവും, യെസ് അതിങ്ങനെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദെൻ മെൽറ്റിംഗ് പോയിന്റ് കുറയുമല്ലേ, അപ്പൊ പെട്ടെന്ന് അത് എന്ത് ചെയ്യും, മെൽറ്റ് ആയിട്ട് ഇത് ഉള്ളിലോട്ട് പോകും. ആൻഡ് വൺസ് ഈ പ്രഷർ പോയി, അല്ലെ ഇത് ഇതിന്റെ ഉള്ളിലോട്ട് പോകും തോറും പ്രഷർ കുറഞ്ഞു. ഓക്കെ, അതായത് ആ ഫസ്റ്റ് ഉണ്ടായിരുന്ന പോയിന്റിൽ എന്തില്ല, ഇപ്പൊ പ്രഷർ ഇല്ല. അപ്പം അവിടെ എഗെയിൻ എന്താവും, യെസ് അത് നോർമൽ ആയിട്ട് അതിന്റെ മെൽറ്റിംഗ് ഒന്നും കൂടെ ഐസ് ആവും. ആൻഡ് ദെൻ അഗെയിൻ ഇത് താഴത്തോട്ട് പോകുന്നവർ എന്താണ്, ഓരോരോ പോയിന്റിലും പ്രഷർ കൊടുത്താ പോകുന്നത്. സോ ഓരോ പോയിന്റിലും, അതായത് അത് പോകുന്ന എല്ലാ പാത്തിലും മെൽറ്റിംഗ് പോയിന്റ് കുറച്ച് ദെൻ ഓരോ പോയിന്റിലോട്ടും മാറി മാറി വരുമ്പോൾ അവിടുത്തെ മെൽറ്റിംഗ് പോയിന്റ് നോർമൽ ആയിട്ട് വരുന്നു. ആൻഡ് അടുത്തൊരു സ്റ്റെപ്പ് താഴത്തോട്ട് ഇറങ്ങുമ്പോൾ എന്താണ്, യെസ് വീണ്ടും മെൽറ്റിംഗ് പോയിന്റ് താഴുന്നു, അത് താഴത്തേക്ക് പോകുന്നു. അഗെയിൻ മുകളിലുള്ള ഭാഗത്ത് മെൽറ്റിംഗ് പോയിന്റ് നോർമൽ ആകുന്നു ആൻഡ് താഴത്തോട്ട് വരുന്നു. അതായത് വിത്തൗട്ട് ബ്രേക്കിംഗ്, ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ത്രെഡിനെ താഴത്തോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് റെഗുലേഷൻ. ഓക്കെ അല്ലെ, എന്താണെന്ന് ചോദിക്കാം, ഓൺ വേർഡ്സിൽ എഴുതാം കേട്ടോ. ബോയിലിംഗ് പോയിന്റ്, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് ബോയിൽ അല്ലെങ്കിൽ വേപ്പറൈസ്ഡ് ആവുന്ന അല്ലെങ്കിൽ വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറുന്ന ആ പെർട്ടിക്കുലർ പോയിന്റിനെ വിളിക്കുന്നതാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ദ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ആൻഡ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ പ്രഷർ. ഇവിടെയാണ് നമ്മുടെ കുക്കിങ്ങിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ അല്ലടാ, നമുക്കറിയാം ഹിൽ ടോപ്സിലാണെന്നുണ്ടെങ്കിൽ പ്രഷർ കുറവാ അല്ലെ, ഹൈറ്റ് കൂടുന്നവരും പ്രഷർ കുറയുവല്ലേ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഹിൽ ടോപ്പ് എന്ന് പറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് പ്രഷറിനനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്നതാ അല്ലെ. ബോയിലിംഗ് പോയിന്റ് പ്രഷറിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുക. അപ്പൊ പ്രഷർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബോയിലിംഗ് പോയിന്റും കുറയും. അപ്പൊ നമുക്കറിയാം ഇപ്പൊ പെട്ടെന്നായിരിക്കും എന്താ പറയാ, നമ്മൾ ഹിൽ സ്റ്റേഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് ബോയിൽ ചെയ്യും. ദാറ്റ് മീൻസ് അതിന് പ്രോപ്പർ ആയിട്ട് കുക്കിംഗ് ടൈം കിട്ടത്തില്ല അല്ലടാ, പ്രോപ്പർ ആയിട്ട് കുക്കിംഗ് ടൈം കിട്ടത്തില്ല. സോ അതുകൊണ്ടാണ് കുക്കിംഗ് ഇസ് ഡിഫിക്കൽട്ട് ഓൺ ഹിൽസ്. At high altitudes, atmospheric pressure is lower and boiling point of water decreases as compared to that sea level. Boiling point is increased inside the pressure cooker by increasing the pressure. Hence, cooking is faster. ഓക്കെ അല്ലടാ, അപ്പൊ പ്രഷർ കുക്കറിന്റെ ഒരു അപ്ലിക്കേഷൻ ഇൻ ഹിൽ ടോപ്സ് വരുന്നത്. ഈവൻ ഹിൽ ടോപ്സിൽ മാത്രമല്ല, നമ്മൾ എന്തുകൊണ്ട് നമ്മൾ യൂഷ്വലി പ്രഷർ കുക്കറിന് അഡീഷണൽ ആയിട്ട് നമ്മളവിടെ പ്രഷർ കിട്ടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്താവും, കൂടും. ബോയിലിംഗ് പോയിന്റ് കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നേരത്തോളം എന്ത് ചെയ്യും, അവിടെ കുക്കിംഗ് ടൈം കിട്ടും പ്രോപ്പർ ആയിട്ട്. അപ്പൊ നമുക്ക് എന്താ പറയുക, പ്രോപ്പർ ആയിട്ട് കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. യെസ്, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇസ് ലേറ്റന്റ് ഹീറ്റ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് നമ്മൾ വന്നു. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് per unit mass transferred during change of state of the substance is called latent heat of the substance. അതായത് നമ്മൾ പറഞ്ഞു സോളിഡിൽ നിന്ന് ലിക്വിഡിലോട്ട് പോകുന്നു. ആ സമയത്ത് ആ പെർട്ടിക്കുലർ സമയത്ത്, അതായത് ആ ഫേസ് ചേഞ്ചിന്റെ സമയത്ത് ആ ഒരു സബ്സ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ആ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഹീറ്റ് ആണ്. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ്. തെറ്റിപ്പോകരുത്. ഓക്കെ അല്ലെ, യൂഷ്വലി ഒരു ഹീറ്റ് ഉണ്ട് അല്ലെ, ഒരു ടെമ്പറേച്ചർ അതിനുണ്ട്. ഓക്കെ അല്ലടാ, പക്ഷേ ഈ ഫേസ് ചേഞ്ച് ചെയ്യുന്ന ട്രാൻസിഷന്റെ സമയത്ത്, ഈ സ്റ്റേറ്റ് മാറുന്ന സമയത്ത് അതിനെന്താവും, യെസ് അവിടെ ഒരു എന്താ പറയുക, എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ആവും. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ലേറ്റന്റ് ഹീറ്റ്. Okay, Alada, the heat required during change of state depends upon the heat of transformation and the mass of the substance undergoing a change of state. And Q is equal to M into L. M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ആണ്, L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ലേറ്റന്റ് ഹീറ്റ് ആണ് കേട്ടോ. ആൻഡ് ഇറ്റ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സബ്സ്റ്റൻസ്. അത് സബ്സ്റ്റൻസിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹീറ്റും തമ്മിലുള്ള ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുവാണ്. സോ അതാ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ എന്താ പറയുക, വാട്ടർ എന്ന് തന്നെ വിചാരിക്കും. ഓക്കെ അല്ല, അല്ലെങ്കിൽ ഇതൊരു സോളിഡ് ഫേസിൽ ഇരുന്നതാണ്. ഓക്കെ അല്ലേ, ഇതൊരു സോളിഡ് ഫേസിൽ ഇരുന്നതാണ്. സോളിഡ് ഫേസിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം അവിടുത്തെ എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് Q is equal to MS delta T. ക്ലിയർ അല്ലടാ? യെസ്. ഇനി ഇത് നോക്കിക്കേ, ഇവിടെ ഫേസ് ചേഞ്ച് നടന്നു. ഓക്കെ അല്ല, ഇവിടെ ഫേസ് ചേഞ്ച് നടന്നു. അതായത് സോളിഡിൽ നിന്നും ഇത് ലിക്വിഡിലോട്ട് മാറുവാണ്. ഓക്കെ അല്ല, അല്ലെങ്കിൽ വാട്ടറിലോട്ട്, ഐസിൽ നിന്നും വാട്ടറിലോട്ട് മാറാം. സോ ഇവിടെയാണ് എന്ത് പറയുന്നത്, ആ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് നടക്കുന്നത് അല്ലെ, അവിടെയാണ് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് നടക്കുന്നത്. ദിസ് ഇസ് സംതിങ് ലൈക്ക് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഓക്കെ, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് വിളിക്കാം. ആൻഡ് അതിന്റെ വാല്യൂ വന്നിട്ട് LF is equal to 3.3 into 10 to the power -5 I guess. No, 5 joules. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഫേസ് ചേഞ്ച് വന്നു, നമ്മൾ പറഞ്ഞു അലോങ് വിത്ത് ദാറ്റ് അവിടെ ഉണ്ടാകുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഈ ലിക്വിഡ് ഫേസിൽ നിന്നും അത് ഗ്യാസിലോട്ട് മാറുവാണ്. ഓക്കെ അല്ലെ, ലിക്വിഡ് ഫേസിൽ നിന്നും ഗ്യാസിലോട്ട് മാറി. സോ ദാ ഇവിടെയാണ് നമ്മുടെ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് നടന്നത്. അവിടെ എന്തുണ്ടാവും, യെസ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഉണ്ടാകും. ഓക്കെ, വേപ്പറൈസേഷൻ. ആൻഡ് അതിന്റെ വാല്യൂ വന്നിട്ട് LV which is equal to 22.6 into 10 to the power 5 joules ആണ്. ഓക്കെ, ജൂൾസ് പെർ kg.
അതെന്തുകൊണ്ടാണ് ജൂൾ പെർ കെ ജി വന്നത്? നമ്മൾ പറഞ്ഞു ക്യൂ is equal to ml ആണ് അല്ലേ? സോ എൽ വിൽ ബി ഈക്വൽ ടു ക്യൂ ബൈ എം. ക്യൂവിന്റെ എന്താ വരുന്നത്? ജൂൾ ആണ്. എമ്മിന്റെ വരുന്നത് എന്താണ്? കെ ജി ആണ്. സോ അതാണ് കേട്ടോ ജൂൾ പെർ കെ ജി, തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ അല്ലടാ. സോ ഓരോ ഫേസ് ചേഞ്ചിന്റെ സമയത്തും എന്താണ് അവിടെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട് ആ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് നടക്കുന്ന സമയത്ത്. ആൻഡ് ഈ വാല്യൂസ് ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ. ആൻഡ് വാട്ട് ഇസ് സബ്ലിമേഷൻ? സിമ്പിൾ. എന്തായിരുന്നു? യെസ്, നമ്മുടെ ഗ്യാസിൽ നിന്നും നേരെ സോളിഡിലോട്ട് വരാണ്. വി ക്യാൻ ഡിഫൈൻ sublimation as the transition of substance from the solid phase to the gaseous phase without changing into the liquid phase. Okay, liquid phase ലോട്ട് അത് പോകുന്നില്ല, നേരെ ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ടു സോളിഡ് ഫേസിലോട്ട് പോവാണ്. ഓക്കെ അല്ലടാ? യെസ്. Next one, why burns from steam are usually more serious than those from boiling water? It is due to latent heat. അല്ലേ? കാരണം വാട്ടർ ആണെന്നുണ്ടെങ്കിൽ, വാട്ടർ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ അല്ലേ, വാട്ടർ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോയിലിംഗ് വാട്ടർ എന്ന് പറയുമ്പോൾ അവിടെ ആ ബോയിലിംഗിന്റെ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഹീറ്റ് മാത്രമേ ഉള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം സ്റ്റീം ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? യെസ്, സ്റ്റീമിലോട്ട് മാറുമ്പോൾ അവിടെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് വരുന്നുണ്ട്. അപ്പം അവിടെ എന്തുണ്ടാവും? ലേറ്റന്റ് ഹീറ്റ് ഉണ്ടായിരിക്കും. അലോങ് വിത്ത് ദാറ്റ് അതിനുള്ള നോർമൽ ഹീറ്റ് എന്ന് വിട്ടിട്ട് ലേറ്റന്റ് ഹീറ്റ് ഉണ്ടാവും. സോ നമുക്ക് കൂടുതൽ ബേണിംഗ് എഫക്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഹീറ്റ് ട്രാൻസ്ഫർ, അവർ 3 മെത്തേഡ്സ് ആണുള്ളത്: കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഇത് കമ്പൈൻഡ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് സീ ബ്രീസും അല്ലെങ്കിൽ ലാൻഡ് ബ്രീസിനെ കുറിച്ചിട്ടും ചോദിക്കാം. അതാണ് നമുക്ക് ഇനി അടുത്തത് പഠിക്കാനുള്ളത്. ആൻഡ് അതോടുകൂടി ഈ ഒരു ചാപ്റ്ററിൽ ഒരു ലോയും കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് ഈ ഒരു ചാപ്റ്റർ കവർ അപ്പ് ആയിട്ടോ. സോ ഹീറ്റ് ട്രാൻസ്ഫർ, there are 3 distinct mode of heat transfer. One is conduction, convection and radiation. കണ്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ എക്സാമ്പിൾ, ഓക്കെ, നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്തൊരു പിക്ചർ എന്തായിരുന്നു? യെസ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കിച്ചണിലൊക്കെ കയറുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും പെട്ടെന്ന് അമ്മ എന്തെങ്കിലുമൊക്കെ ഓർക്കാതെ എന്തെങ്കിലും ഒരു ചൂടുള്ള മീൻസ് സ്റ്റവിൽ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പാത്രം പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് പൊള്ളിപ്പോകും അല്ലെ? അതാണ് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതാണ് അല്ലെ, നമ്മുടെ കൈയോ പൊള്ളും അല്ലേ. യെസ്, അപ്പൊ കണ്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഹീറ്റിന്റെ ട്രാൻസ്ഫർ ആണ്. ആൻഡ് ഇറ്റ് ഇസ് എ സ്ലോ പ്രോസസ്. ഓക്കെ, അതൊരു സ്ലോ പ്രോസസ് ആണ്. ഓക്കെ അല്ലടാ, സ്ലോ പ്രോസസ് ആണ്. ആൻഡ് ഒരു ഫിസിക്കൽ കോൺടാക്ട് വരണം അല്ലെ. അവിടെ ഒരു ഫിസിക്കൽ കോൺടാക്ട് വരുമ്പോഴാണ് ഈ ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത്. Conduction is the mechanism of transfer of heat between 2 adjacent parts of a body because of their temperature difference. Clear അല്ലേ? ആൻഡ് കണ്ടക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം. അതൊരു സ്ലോ പ്രോസസ് ആണ്. ആൻഡ് അവിടെ ഒരു ഫിസിക്കൽ കോൺടാക്ട് വരണം. ക്ലിയർ? ഓൾ സെറ്റ്? ആൻഡ് ആ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ which is proportional to area and which is also proportional to change in temperature, which is also proportional to 1 by inversely proportional to length. So നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് തെർമൽ കണ്ടക്ടിവിറ്റി. So this will be a delta T divided by L. Okay അല്ലേ? ആൻഡ് ഈ കോൺസ്റ്റന്റ്, അതായത് പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഇക്വാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നാണ് തെർമൽ കണ്ടക്ടിവിറ്റി കേട്ടോ. ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി എന്താ പറയാ, കോപ്പർ പോലുള്ള മെറ്റൽസിന് കൂടുതലായിരിക്കും. ഓക്കെ അല്ലെ? കെയിന്റെ വാല്യൂ മെറ്റൽസിന് വളരെ കൂടുതലായിരിക്കും അല്ലെ? ഓക്കേടാ? യെസ്. അതേപോലെ ഇതിന്റെ ഈ കണ്ടക്ഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു പോയിന്റ് എപ്പോഴും നിങ്ങൾ കണ്ടക്ഷൻ എഴുതുമ്പോൾ എഴുതിയിരിക്കണം. അടുത്താണ് കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബൈ ആക്ച്വൽ മോഷൻ ഓഫ് മാറ്റർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ മോഷന്റെ ആവശ്യമില്ല അല്ലെ, ഒരു ടച്ച് മാത്രമേ ആവശ്യമുള്ളൂ അല്ലെ. ആ സമയത്ത് അതെന്താവും? ഈ പറയുന്ന മോളിക്കുലാർ കൊളീഷൻസ് വഴി ഈ ഹീറ്റ് ട്രാൻസ്ഫർ ആവും. അതേസമയം കൺവെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മോഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ആൻഡ് അത് 2 ടൈപ്പ് ഉണ്ട്, ഒന്ന് നാച്ചുറലും ഒന്ന് ഫോഴ്സ്ഡും. അപ്പൊ നാച്ചുറലോട്ട് നമുക്ക് വരാം. നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when a fluid is heated from below, the hot part expands and therefore becomes less denser. Okay, ഒരു എന്താ പറയാ, ഒരു ഫ്ലൂയിഡ് എന്താ പറയാ ചൂടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെൻസിറ്റി കുറയും അല്ലെ. അവിടെ ചൂടായിട്ടുണ്ടെങ്കിൽ ഹോട്ടർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ എന്താ പറയാ ഡെൻസിറ്റി കുറവായിരിക്കും. ഡെൻസിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബീവിയസ്ലി അത് എന്ത് പോകും? യെസ്, ഇത് താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ അത് മുകളിലോട്ട് പോകും. ഓക്കെ അല്ലടാ? മുകളിലോട്ട് പോകും. ബിക്കോസ് ഓഫ് ബോയൻസി ഇറ്റ് റൈസസ് ആൻഡ് അപ്പർ കോൾഡർ പാർട്ട് റീപ്ലേസസ് ഇറ്റ്. ഓക്കെ, ഇതെന്ത് ചെയ്യും? ഇത് ചൂടായിട്ട്, ഇപ്പൊ താഴ്ഭാഗം ചൂടായിരുന്നു, അതിനനുസരിച്ചിട്ട് ഇവിടെയുള്ള എന്താ പറയാ, ഇതിപ്പോ നമുക്ക് സീ ബ്രീസും അതേപോലെ തന്നെ ലാൻഡ് ബ്രീസും പറയുവാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. സോ ഇവിടെ ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഹോട്ടർ ആയിട്ടുള്ള ഈ ഭാഗം എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. ആൻഡ് ഡെൻസിറ്റി കൂടിയത് ഓട്ടോമാറ്റിക്കലി താഴത്തോട്ട് വരും. ആൻഡ് ഈ ഒരു പ്രോസസ് ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീ ബ്രീസും ലാൻഡ് ബ്രീസും എന്താണെന്ന് നോക്കാം. ഡേ ടൈമിലാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഈ കടൽ തീരത്തുള്ള ഈ മണൽ തരികളൊക്കെ ഭയങ്കരമായിട്ട് ചൂടായിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലെ. വെള്ളത്തിനെക്കാട്ടിലും പെട്ടെന്ന് ഈ പറയുന്ന എന്താ പറയാ നമ്മുടെ ഈ മണൽ തരികൾ പെട്ടെന്ന് ചൂടാവും.
അങ്ങനെ ചൂടായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? യെസ്, അപ്പം ഈ മണൽത്തരികളോട് അടുത്ത് കിടക്കുന്ന ഈ എയർ മോളിക്യൂൾസ് ഉണ്ടല്ലോ, എയർ പോർഷൻ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഡെൻസിറ്റി കുറയും. ഓക്കെ, അതിന് പെട്ടെന്ന് ചൂട് കിട്ടിയിട്ട് അതിന് ഡെൻസിറ്റി കുറയും. ഈ ഡെൻസിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി കുറഞ്ഞ എന്താ ചെയ്യുക? മുകളിൽ, അതായത് ഇതിങ്ങനെ മുകളിലോട്ട് പോകുന്നതാണ് കോൾഡർ അല്ലേ? അപ്പം എന്ത് ചെയ്യും? യെസ്, ഈ കോൾഡർ സംഭവം മുകളിലോട്ട് താഴത്തോട്ട് വരും ആൻഡ് ഓട്ടോമാറ്റിക്കലി ഹോട്ടർ ബോഡീസ് എന്ത് ചെയ്യും? മുകളിലോട്ട് ഇങ്ങനെ ഉയരാൻ തുടങ്ങും. ആൻഡ് ഇവൻച്വലി എന്ത് ചെയ്യും? കോൾഡർ ബോഡീസ് താഴത്തോട്ട് വരും, അവരും ചൂടാവും, മുകളിലോട്ട് പോകും. അങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ നടക്കും. ഓക്കെ അല്ലേ? ദിസ് ഇസ് ഡ്യൂ ടു ഗ്രേറ്റർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അതുകൊണ്ടാണ് ഡേ ടൈമിൽ പെട്ടെന്ന് ആര് ചൂടാവുന്നത്? യെസ്, നമ്മുടെ മണൽത്തരികൾ നമ്മുടെ വാട്ടറിനെക്കാട്ടിലും അല്ലെങ്കിൽ വാട്ടർ പെട്ടെന്ന് ചൂടാവാത്തത്. The air in contact with the warm ground is heated. It expands, becomes less dense and then rises. Then cold air above sea moves to fill the space and it is called as sea breeze. Okay അല്ലേ? അപ്പം ഇവിടെ ഈ cold air ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും? Moves to fill the space and it called sea breeze. ഓക്കെ അല്ലേ? അതെന്ത് ചെയ്യും? സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇനി അതേപോലെ തന്നെ ലാൻഡ് ബ്രീസ് എന്ന് പറയുമ്പോൾ നൈറ്റ് ആവുമ്പം ഈ ഗ്രൗണ്ട് എന്താവും? യെസ്, അത് പെട്ടെന്ന് തണുക്കും. തണുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, അവിടെ പിന്നെ താഴ്ന്ന് എക്സ്പാൻഡ് ചെയ്ത് പോകാനില്ലല്ലോ. പക്ഷെ നമുക്കറിയാം വാട്ടർ എന്ന് പറയുന്നത് പെട്ടെന്ന് തണുക്കത്തില്ല, ബിക്കോസ് ഓഫ് അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അവിടെ എന്താവും? അവിടെ കുറച്ചും കൂടെ വാമർ ആയിട്ടുള്ള എയർ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യും? അതിങ്ങോട്ടേക്ക് അടിക്കും. ഓക്കെ അല്ലെ? അതെന്ത് ചെയ്യും? അത് ഡെൻസിറ്റി, ഈ നേരത്തെ നമ്മൾ ഗ്രൗണ്ടിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഡെൻസിറ്റി കുറയുന്ന മേലത്തോട്ട് പോയിട്ട് കോൾഡർ ആയിട്ടുള്ള താഴത്തേക്ക് വന്ന് എന്ത് ചെയ്യും? നേരെ ഇതുപോലെ എന്താ പറയാ, നേരെ സീ ബ്രീസ് പോലെ അവിടെ നിന്നും ലാൻഡ് ബ്രീസ്, അതായത് കടലിൽ നിന്നും ഇങ്ങോട്ടേക്ക് കാറ്റടിക്കും. The cold air above the ground moves to fill the space and is called land breeze. Clear? Yes. നെക്സ്റ്റ് വൺ ഇസ് റേഡിയേഷൻ. റേഡിയേഷൻ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാം അല്ലേ? നമുക്ക് ഒരുപാട് എക്സാമ്പിൾ, നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന അടക്കം റേഡിയേഷൻ ആണ് അല്ലെ? ദ മെക്കാനിസം ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വിച്ച് ഡസ് നോട്ട് റിക്വയർ എ മീഡിയം, ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടന്റ് തിങ്. മീഡിയം ഇവിടെ ആവശ്യമില്ല. ആൻഡ് ഫോസ്റ്റ് ഇത് പറഞ്ഞില്ലല്ലോ നമ്മള്. ഓക്കെ, നമ്മൾ ഇത് ഇപ്പം പറഞ്ഞ നമ്മൾ എന്തായിരുന്നു? നാച്ചുറൽ കൺവെക്ഷൻ ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫോഴ്സ്ഡ് ആണ്. ഫോഴ്സ്ഡിന്റെ എക്സാമ്പിൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, കാരണം അത് നിങ്ങൾക്ക് കാര്യമായിട്ട് പഠിക്കാനില്ല. നമ്മുടെ ഹെയർ ഡ്രയർ. ഓക്കെ, ഹെയർ ഡ്രയറിൽ എന്താ ചെയ്യുന്നത്? എക്സ്റ്റേണൽ ആയിട്ട് എയറിന് നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, എക്സ്റ്റേണലി എയറിന് പമ്പ് ചെയ്ത് കൊടുക്കുന്നു, അവിടെ നമ്മൾ എക്സ്ട്രാ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ കൺവെൻഷൻ നടക്കുന്നത് കേട്ടോ. Okay, so radiation load again വരുവാണ്. And the electromagnetic radiation emitted by a body by virtue of its temperature is called thermal radiation. And എപ്പോഴും എന്താണ് ഈ റേഡിയേഷൻ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ടായിരിക്കും എന്താ പറയുക, അതിന്റെ എനർജി റേഡിയേറ്റ് ചെയ്യുന്നത്. And all body emit radiant energy whether they are solid, liquid or gases. Heat is transferred to the earth from the sun through empty spaces as radiation. Heat energy is transferred from one body to another body due to the temperature difference. What are the different modes of heat transfer? Conduction, convection and radiation. Explain how sea breeze occurs. നമ്മൾ already പറഞ്ഞു. The bottom of the cooking vessels are blackened. Give reason. Blackened ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ? Yes, black കുറച്ചും കൂടെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും അല്ലെ? വളരെ ക്വിക്ക് ആയിട്ട് എന്ത് ചെയ്യും? ബ്ലാക്ക് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. ആൻഡ് ഇറ്റ് ഇസ് എ ഗുഡ് അല്ലെങ്കിൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ ആണ്. ഹീറ്റിന്റെ ഗുഡ് കണ്ടക്ടർ ആണ്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഓക്കെ അല്ലടാ? അടുത്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഇവിടെ നിന്ന് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്? ഇറ്റ് സേസ് ദാറ്റ് ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ്, ഓക്കെ, the rate of loss of heat of a body is proportional to the difference in temperature of the body and its surroundings. So I will mention it as minus, because എന്താണ്? loss of heat ആണ്. Okay അല്ലേ? minus dq by dt which is proportional to delta t. Clear അല്ലേ? ആൻഡ് ഇവിടെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് കൊടുക്കാം, dq by dt which is equal to k into t2 minus t1, അല്ലെങ്കിൽ നമുക്ക് പറയാം delta t. And also we will use one more equation ട്ടോ. അതാണ് ഇപ്പം എന്താ പറയാ, നമുക്കൊരു പെർട്ടിക്കുലർ ടൈമിലെ ടെമ്പറേച്ചർ വേണം. ഓക്കെ അല്ലേ? ആൻഡ് നമുക്കറിയാം എന്താണ് ഇനീഷ്യൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ, അതേപോലെ തന്നെ സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചർ ആണ് ടി എസ് എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ ടി എസ് പ്ലസ് Ts plus To minus Ts into e raised to minus kt എന്നുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കേട്ടല്ലോടാ? യെസ്, ഈ kt, ദിസ് ഇസ് ടൈം കേട്ടോ. ഓക്കെ, ടൈം ആണ്. കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. ടി ഒ ആൻഡ് ടി എസ് റെപ്രസെന്റ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചർ ആണ്. സോ ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ പഠിച്ചിരിക്കണം. കേട്ടല്ലോടാ? ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ആൻഡ് ഇത് എന്താ പറയുക, ഒരു ഹോട്ട് വാട്ടറിനെ നമ്മൾ കൂൾ ചെയ്യുന്നതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് കേട്ടോ. എ ബോഡി കൂൾസ് ഫ്രം 80 degree to 50 degree in 5 minutes. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഒരു ബോഡി എന്ത് ചെയ്യുകയാണ്? 80 ഡിഗ്രിയിൽ നിന്ന് 50 ഡിഗ്രിയിലോട്ട് ടെമ്പറേച്ചർ കുറയ്ക്കുവാണ്, കൂൾ ചെയ്യിപ്പിക്കുവാണ്. വിത്തിൻ 5 minutes ആണ്. നമ്മുടെ ചോദിച്ചിട്ടുള്ള എന്താണ്? നമുക്കിനി അറിയണം, അതായത് 60 ഡിഗ്രിയിൽ നിന്ന് 30 ഡിഗ്രിയിലോട്ട് മാറ്റുമ്പോൾ എത്രത്തോളം സമയം വേണ്ടി വരും എന്നുള്ളത് നമുക്കറിയണം. ആൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് ഇസ് 20 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്.
ക്ലിയർ? യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഗെയിൻ നമ്മുടെ ന്യൂട്ടൺസ് ലോ കൂളിംഗ് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ടി ഈസ് ഈക്വൽ ടു ടി എസ് പ്ലസ് ടി സീറോ മൈനസ് ടി എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ടി. ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കെയിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ആ കെയിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് നേരെ ഇതിന്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ രണ്ട് അറിയാത്ത വാല്യൂസ് ഉണ്ട്, ദാറ്റ് ഇസ് കെ ആൻഡ് ടി. അപ്പൊ കെ കിട്ടിക്കഴിഞ്ഞാലേ ടി നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ കെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, യെസ് ഫസ്റ്റത്തെ ഈ കേസ് ഇവിടെ ചെയ്താൽ മതി. സോ ഇവിടെ നമുക്കറിയാം ടി ഒന്റെ വാല്യൂ എന്താണ്, 80 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ആഫ്റ്റർ ടൈം ടി ദാറ്റ് ഇസ് 50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് സറൗണ്ടിങ് ടെമ്പറേച്ചർ ടി എസ് ആണ്. ഓക്കെ അല്ലേ? ആൻഡ് ദാറ്റ് ഇസ് ഓൾറെഡി ഗിവൺ ആസ് 20 ഡിഗ്രി സെൽഷ്യസ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും വാല്യൂ കിട്ടും. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്തിട്ട് കെ കണ്ടുപിടിക്കണം. ആൻഡ് വൺസ് അത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇതേ ഇക്വേഷൻ തന്നെ ടി ഓഫ് ടി ദാറ്റ് ഇസ് 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ടി എസിന്റെ വാല്യൂ 20 ഡിഗ്രി ആണ് ബോത്ത് കേസിൽ അല്ലേ? സോ ടി എസ് ടി 20 ഡിഗ്രി ആണ് ആൻഡ് ടി ഒന്റെ വാല്യൂ എന്താണ്, ദാറ്റ് ഇസ് 30 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് അവിടെ നമുക്ക് കെയിന്റെ വാല്യൂ ഇവിടെ നമുക്ക് എത്രയാണോ കിട്ടിയത് ആ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ആൻഡ് ഇൻറ്റു ടി. ആൻഡ് അവിടെ നമുക്ക് ടി സോൾവ് ചെയ്തിട്ട് നമുക്ക് 10 മിനിറ്റ്സ് എന്നുള്ളത് കിട്ടും. ക്ലിയർ? A brass tumbler feels much colder than a wooden tray on a chilly day. Why? Because the thermal conductivity of brass എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആൻഡ് ഓൾസോ അതിന്റെ കണ്ടക്ടിങ് മീൻസ് അത് നല്ലൊരു ഹീറ്റ് കണ്ടക്ടർ ആണ്. ഓക്കെ അല്ലെ? ഈ രണ്ട് റീസൺസ് ആണ് വുഡും എന്താ പറയുക ബ്രാസ് ടംപ്ലറും തമ്മിൽ വ്യത്യാസം വരുന്നത് കേട്ടോ. ബ്രാസ് ടംപ്ലർ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക വുഡൻ ട്രെയിനെക്കാട്ടിലും പെട്ടെന്ന് ഇതാവും. കാരണം എന്തുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ് ആൻഡ് ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഓക്കെ അല്ലടാ? അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്കൊക്കെ മനസ്സിലായി, ഓൾ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം മാത്രം ഒന്ന് സ്പെസിഫൈ ചെയ്താൽ മതി. ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ. സോ നമ്മൾ അത്യാവശ്യം ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കണ്ടന്റും നമ്മൾ എന്താ പറയുക കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മറുപടി പറയുന്നതായിരിക്കും. കാരണം ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നത് വളരെ ആത്മാർത്ഥതയോട് കൂടെ ശ്രമിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. സോ മക്കളെ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.